ഹായ് മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് 10ാം ക്ലാസ് മാത്സിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ട്രിഗണോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അതായത് മലയാളത്തിൽ ത്രികോണമിതി എന്ന് പറയും. അപ്പൊ ഈ ചാപ്റ്ററിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം മുതൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ചോദ്യം വരെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം. ഇതിനകത്ത് ചോദ്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് പഠിക്കണം. നമ്മുടെ മെയിൻ എക്സാം ആയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇനി വരാൻ പോകുന്ന അടുത്ത ക്രിസ്മസ് എക്സാം ആണെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ ഈ പാഠത്തിൽ നിന്നുണ്ടാവും. അപ്പൊ നിങ്ങളിത് പഠിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളിത് ഈ കൊല്ലം മാത്രമല്ല, അടുത്ത കൊല്ലം സയൻസ് എടുത്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊമേഴ്സിൽ മാത്സ് എടുക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളിലൊക്കെ എന്തുണ്ടാവും? ഈ ട്രിഗണോമെട്രി, ബാക്കി ഇതിന്റെ വമ്പൻ ചേട്ടന്മാരും അനിയന്മാരൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോ ഇപ്പൊ ശരിക്ക് പഠിക്കുക. ഏറ്റവും ബേസ് ആണ്, നന്നായിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കി പോവാ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. അപ്പോ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്ററിലെ ഫസ്റ്റ് ഭാഗം വരുന്നത് നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഭാഗമാണ്. ട്രിഗണോമെട്രിയിലെ ഫസ്റ്റ് ഭാഗം ഇതാണ്. ഓക്കെ, സിമ്പിൾ ആയിരിക്കും, എല്ലാവർക്കും ഏകദേശം അറിയാൻ പറ്റും. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ട്രയാങ്കിളിലെ ആംഗിളുകള്, ട്രയാങ്കിളിന്റെ ആംഗിളുകള് ഒരാംഗിൾ 45 ആണ്, ഒരാംഗിൾ 45 ആണ്, ഒരാംഗിൾ 90 ആണ്. ഓക്കെ, 90ന്റെ സിമ്പിൾ ആണ് ഇട്ടിട്ടുള്ളത്. 90 ഡിഗ്രി ആണ്. 45 45 90. ഓക്കെ, അപ്പൊ 90 ആണെന്ന് വിചാരിക്കാം ഡിഗ്രി ട്ടാ. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡുകൾ ഫിക്സഡ് ആയിട്ടുള്ള റേഷ്യോയിലായിരിക്കും. എന്താണ് സൈഡുകൾ? എന്തായിരിക്കും? 45ന്റെ ഓപ്പോസിറ്റ് ഉള്ള 1 ആണെങ്കിൽ ഈ 45ന്റെ ഓപ്പോസിറ്റ് 1 ആയിരിക്കും. 90ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? √2 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ എന്ത് പറയാ? In any triangle with angles 45, 45, 90 degree, sides are in the ratio 1:1:√2. ആണോ? 1:1:√2 എന്നുള്ള റേഷ്യോയിലായിരിക്കും. ഓക്കെ ആണോ? കോണുകൾ 45, 45, 90 ആയാൽ വശങ്ങൾ എന്തായിരിക്കും? 1:1√2 എന്ന അംശബന്ധത്തിലാണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നമ്മുടെ ഈ കൊല്ലത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു പെട്ടിയും കൊടുത്തിട്ടുണ്ട്. എന്താണ് എഴുതിയിട്ടുള്ളത്? ഇൻ എനി ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 45, 45, 90 both the shorter sides have the same length and the length of the longest side is √2 times the length, √2 times this length. അതായത് എന്താണ്? ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. ആംഗിൾ 45 ആണ്, 45 ആണ്, 90 ആണെങ്കിൽ ചെറിയ രണ്ട് സൈഡുകൾക്ക് ഒരേ ലെങ്ത് ആയിരിക്കും. അതായത് ഇവിടെ 2 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് 2 ആയിരിക്കും. 90ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇവിടെ എന്താണോ സൈഡ് അതിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും. ഓക്കെ ആണോ? ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 2√2 ആയിരിക്കും. ഇതാണ് ഈ വരിയുടെ അർത്ഥം. ഓക്കെ, നമുക്ക് ടേബിൾ ഒന്ന് വരച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ജസ്റ്റ് നോക്കി ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഞാൻ പറയണ പോലെ ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നോക്കാം ട്ടാ. 45, 45, 90 ആണെന്ന് വിചാരിക്കാം. റേഷ്യോ 1:1:√2 ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നോക്കി, ഒരു 45ന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഒരു 3 ആണ്. ബാക്കി 2 സൈഡുകൾ എഴുതണം. ഇങ്ങനെ പടത്തിലാണ് തരാം. നമ്മളിങ്ങനെ ഒരു പെട്ടിയാക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പം കിട്ടും തോന്നുന്നു എനിക്ക്. ഇത് 3 ആണെങ്കിൽ ഈ 45ന്റെ ഓപ്പോസിറ്റ് 3 തന്നെ ആയിരിക്കും. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എത്രയായിരിക്കും? 45നോട് എന്താണോ സംഖ്യ അതിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × √2. ഓക്കെ ആണോ? 3√2 എന്ന് വെച്ചാൽ 3 × √2 ആണ് എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി ഒരു 90ക്ക് ഓപ്പോസിറ്റ് ഒരു 5 തന്നു വിചാരിക്കും. 90ക്ക് ഓപ്പോസിറ്റ് ഒരു 5 തന്നു. ബാക്കി 2 കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? 90ന്റെ ഓപ്പോസിറ്റ് എന്താണോ സൈഡ് അതിനെ 45ന്റെ അവിടെ കിട്ടാൻ എന്ത് ചെയ്യണം? √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, √2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5/√2, 5/√2 രണ്ട് സെയിം ആണുള്ളവരാ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ക്ലിയർ അല്ലേ? വേറെ ഒന്നും പറയാനില്ല, അത്രേ ഉള്ളത്. കിട്ടിയല്ലേ? ഇനി വേണമെങ്കിൽ ഒരു കാര്യം കൊണ്ട് പറയാനുണ്ട്. ഒരു കാര്യം നോക്കി, ഈ 90ക്ക് ഓപ്പോസിറ്റ് 2 ആണെന്ന് വിചാരിക്കാം. 45ന്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? നമ്മൾ പഠിച്ചനുസരിച്ച് ഇവിടെ നിങ്ങൾ എഴുതും √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ? 2/√2 എന്ന് എഴുതാം. അല്ലെങ്കിലോ ചിലപ്പോ നമുക്ക് ഇങ്ങനെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ വരാ. അപ്പൊ അതിനകത്ത് ഇങ്ങനെ 2/√2 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലെങ്കിലോ അപ്പൊ ഇതെന്ത് ചെയ്യും? ഇവിടെ നോക്കി 2/√2 എന്നൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലേ അതിനെ 2നെ പിടിച്ചിട്ട് √2 × √2 എന്ന് എഴുതാൻ പറ്റും. അടിയിലുള്ള √2 അതുപോലെ എഴുതാൻ പറ്റും. √2 × √2 ഗുണിച്ചാൽ 2 ആണ് കിട്ടാ. √3 × √3 ഗുണിച്ചാൽ 3 ആണ് കിട്ടാ. √x × √x ഗുണിച്ചാൽ x ആണ് കിട്ടാ. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതി ഒരു √2 വെട്ടിപ്പോയി. ബാക്കി എന്തുണ്ട്? √2 മാത്രമുണ്ട്. അപ്പൊ 2/√2 എന്ന് കണ്ടാല് എന്തെഴുതാ? വേണമെങ്കിൽ √2 എന്ന് മാത്രം എഴുതാം. അപ്പൊ ഇവിടെ ഇങ്ങനെ എഴുതാം, കുഴപ്പമില്ല. 2/√2 എഴുതിയാലും ശരിയാണ്. അല്ലെങ്കിലോ ഇവിടെ 2 ആണ്, ബാക്കി ഇവിടെ √2 ആണ്, ഇവിടെ √2 ആണ്. ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. ഓക്കെ ആണോ? കാര്യം മനസ്സിലായി വിചാരിക്കണേ. ചിലപ്പോ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ തെറ്റ് വിചാരിക്കരുത്. ശരിയാണ് ആൻസർ. ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. ഓക്കെ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. 45, 45, 90 ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഒരു സൈഡ് എന്നാൽ ബാക്കി 2 സൈഡും കണ്ടുപിടിക്കാൻ അറിയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് വെച്ചുള്ള ചോദ്യങ്ങൾ വരും. തുടക്കത്തിൽ എന്തായാലും ഇത് വെച്ചൊരു ചോദ്യം ഉണ്ടാവും. നിങ്ങളിത് പഠിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അത്ര എളുപ്പത്തിന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് നോക്കാം. രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ടൈപ്പ് എന്താണ്? ട്രയാങ്കിൾ നമ്മുടെ
30, 60, 90 എന്നുള്ള ട്രയാങ്കിൾ ആണ്. ആംഗിൾ തന്നെ പഠിക്കണം. 30, 60, 90. ഓക്കെ. അപ്പൊ റേഷ്യോ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 1:√3:2. കാണാതെ പഠിക്കണം. 1:√3:2. അപ്പൊ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ വരച്ചപ്പോ ഇത് ഞാൻ 30 കൊണ്ട് അടയാളപ്പെടുത്തും. നോക്കി, ഇവിടെ അടയാളപ്പെടുത്തും, ഇവിടെ അടയാളപ്പെടുത്തും. ഒരു കാര്യം പറയാ, ആംഗിൾ ചെറുതാണെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ നീളം ചെറുതായിരിക്കും. ഓക്കെ ആണോ? പിന്നെ നോക്കി, ഇതല്ലേ ചെറിയ സൈഡ്. ഇപ്പൊ ഈ ആംഗിൾ അല്ലേ, ഇപ്പൊ 30 ഡിഗ്രി അടയാളപ്പെടുത്താം. 30 അതിന്റെ ഓപ്പോസിറ്റ് 60 ഇതിന്റെ ഓപ്പോസിറ്റ് അതിനേക്കാളും കുറച്ചുകൊണ്ട് വലുത്. 90ക്ക് ഓപ്പോസിറ്റ് ഏറ്റവും വലുത്. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടിന്യൂസ് പറയാം. റേഷ്യോ എന്താണ് പറഞ്ഞത്? 1:, കണ്ടോ? 30ക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ്. 1:√3:2. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ ഈ കൊല്ലത്തെ ടേബിൾ എഴുതിയിട്ടുള്ളതാണ്. നമ്മുടെ ഈ കൊല്ലത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ടേബിൾ ആണ് വന്നിട്ടുള്ളത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇൻ എനി ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 30, 60, 90 ഡിഗ്രി, ദ ലെങ്ത് ഓഫ് ദി ലോങ്സ്റ്റ് സൈഡ് ഈസ് 2 times the length of the shortest side. ചെറിയ സൈഡ് ലെങ്ത്തിന്റെ 2 times ആയിരിക്കും വലിയ സൈഡിന്റെ ലെങ്ത്. ഓക്കെ. ആൻഡ് ദ ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് മീഡിയം സൈസ് ഈസ് √3 times the length of the shortest. ചെറുതിന്റെ √3 കൊണ്ട് ഗുണിച്ചാലായിരിക്കും 60ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് കിട്ടാം. ഓക്കെ. ഞാൻ എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കി വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം. ഒരു പെട്ടി തന്നെ വരയ്ക്കാം. നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് തന്നെ വരച്ചിട്ട് തന്നെ പറയാം. മനസ്സിലാവുന്ന വിചാരിക്കണേ. 30, 60, 90 ആണെന്ന് വിചാരിക്കാം റേഷ്യോ അല്ലെ. 30, 60, 90 ആണെങ്കിൽ റേഷ്യോ അല്ല, ആംഗിളുകൾ 30, 60, 90 ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? റേഷ്യോ 1:√3:2 ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 1:√3:2 അല്ലെ റേഷ്യോ ഇതാണ്. ഇനി എങ്ങനെയാണ് ഇപ്പൊ പറയാണ്? 30ന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് 2 ആണ്. ബാക്കി 2 സൈഡും കണ്ടുപിടിക്കണം. എന്താ ചെയ്യാ? പറഞ്ഞനുസരിച്ച് 30ന്റെ അവിടെ എന്താണോ സംഖ്യ അതിന്റെ ഡബിൾ ആയിരിക്കും, അതിന്റെ ഇരട്ടി ആയിരിക്കും 90ന്റെ അവിടെ. 2ന്റെ ഇരട്ടി കാണാൻ എന്ത് ചെയ്യണം? ഡബിൾ കാണാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2 4 കണ്ട. 2ന്റെ ഇരട്ടി 4 എഴുതി. ഇനി 30ന്റെ അവിടെ എന്താണോ സൈഡ് സംഖ്യ അതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലായിരിക്കും 60 അവിടെ കിട്ടാം. ഓക്കെ ആണോ? അതാണ് ഈ എഴുതിയിട്ടുള്ളത്. എന്താണ്? 30ന്റെ അവിടെ 2 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 2√3. 2 × √3 കണ്ടാ. ഇവിടെ നിങ്ങളുടെ എഴുതിയപ്പോ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ ആണോ? മറക്കരുത്, √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത കാര്യം പറഞ്ഞാൽ ഇവിടെ നോക്കി, 90ക്ക് ഓപ്പോസിറ്റ് ഒരു 8 ആണെന്ന് വിചാരിക്കാം. 30ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 30ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? അതിന്റെ പകുതി ആയിരിക്കും 4. 60ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 30 അവിടെ എന്താണോ സംഖ്യ അതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 × √3, 4√3. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കാം. രണ്ടും കിട്ടിയാൽ അവിടുത്തെ 4 ഇരട്ടി എഴുതാം, അവിടുത്തെ 4 √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെഴുതാം. ഇന്നത്തെ ആകെ ഒരു പ്രശ്നം വരുള്ളൂ. ഇതാണ് അത് പ്രശ്നം. ഏതാണ്? 60ക്ക് ഓപ്പോസിറ്റ് ഒരു 5 ആണ്. 60ക്ക് ഓപ്പോസിറ്റ് ഒരു 5 ആണ്. 30ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഇപ്പൊ ഇങ്ങനെ എഴുതാൻ 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് 5 ആണ്. ബാക്കി 2 സൈഡും കണ്ടുപിടിക്കാനാണ് ചോദ്യം വിചാരിക്കും. എന്ത് ചെയ്യും? 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള സംഖ്യ തന്നാൽ 30 അടുക്കി എഴുതാൻ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ എഴുതിയപ്പോ √3 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ ചെയ്തത്? ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? √3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5/√3. ഇതിന്റെ ഡബിൾ ആണ് ഇവിടെ കൊണ്ടെഴുതേണ്ടത്. എത്രയാണ്? 10/√3. കാരണം മുകളിലുള്ളതിനെ മാത്രം ഡബിൾ ആക്കിയാൽ മതി. 10/√3. എടാ 10 ആണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. 10/√3 കിട്ടിയാലോ? 5/√3 കിട്ടി. അതിന്റെ ഡബിൾ എഴുതി. ഒരെണ്ണം കൂടി കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കിയേ. ഈ 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഒരു 3 ആണെന്ന് വിചാരിക്കും. 3. അപ്പൊ അങ്ങനെയാണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും? 3/√3 ആയിരിക്കും അല്ലെ? 3/√3 അല്ലെ? അടുത്തോട്ട് എഴുതുമ്പോ 3/√3 ഒന്ന് ചെറുതാക്കാൻ ഞാൻ പറഞ്ഞിരുന്നല്ല. എങ്ങനെ മാറ്റാം? 3നെ പിടിച്ചിട്ട് വേണമെങ്കിൽ √3 × √3 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ അടിയത്തെ √3 എഴുതി. ഒരെണ്ണം വെട്ടി. ഇപ്പൊ ഇവിടെ വേണമെങ്കിൽ എന്താ എഴുതാം? √3 എന്ന് മാത്രം എഴുതിയാലും ശരിയാണ്. ഇത് 3 ആണെങ്കിൽ ഇത് √3 എന്ന് മാത്രം എഴുതിയാലും ശരിയാണ്. ഓക്കെ. ഇതിന്റെ 3/√3 എന്ന് എഴുതിയാലും ശരിയാണ്. ഇതിന്റെ ഇരട്ടിയല്ലേ ഇവിടെ എഴുതേണ്ടത്? √3 ഇരട്ടി എത്രയാണ്? 2√3. ഓക്കെ ആണോ? ഒരു √3 ഇരട്ടി 2√3. ഓക്കെ. അപ്പൊ ഇങ്ങനെയും വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അവസാനം പറഞ്ഞത് ഇവിടെ നിങ്ങൾ എഴുതിയപ്പോ വേണമെങ്കിൽ എന്താ എഴുതാ? 3/√3 എന്ന് എഴുതാ. ഇതിന്റെ ഇരട്ടി ഇവിടെ 6/√3 എന്ന് എഴുതാ. ഓക്കെ. ഇവിടെ 3 ആണെങ്കിൽ ഇതും ശരിയാണ്. ഇതിന് മുകളിൽ എഴുതിയിട്ടുള്ളതും ശരിയാണ്. 2 രീതിയിൽ പഠിക്കുമ്പോ. ഓക്കെ. ക്ലിയർ ആയിട്ട് പഠിക്കണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് സിമ്പിൾ ഭാഗമാണ്. ഞാൻ കുറച്ച് വേഗത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല. മനസ്സിലാക്കണ പോലെ പറഞ്ഞിട്ടുള്ളൂ. നോക്കിയിരിക്കാം. ഓക്കെ. കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടി കണ്ടോക്കാം കേട്ടോ. ഓക്കെ. അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ചോദ്യം വരാൻ നോക്കാം. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യമാണ്. സിമ്പിൾ ചോദ്യമാണ്. വേറെ ഒരു പണിയില്ല. 1 മാർക്ക് ആദ്യത്തെ ചോദ്യത്തിന്, 1 മാർക്ക് രണ്ടാം ചോദ്യത്തിന്. സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ചോദ്യം വായിക്കാം. ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 1:1:√2. വാട്ട് ആർ ദി മെഷർ ഓഫ് ഇറ്റ്സ് ആംഗിൾസ്? ഒരു ട്രയാങ്കിളിന്റെ സൈഡുകൾ 1:1:√2 ആണ്. അതിന്റെ ആംഗിളുകൾ എന്തൊക്കെയാണ്? ആംഗിൾ എന്തൊക്കെയായിരിക്കും? ആൻസർ എഴുതാ. 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി. കണ്ട, ഇത്ര ഉള്ള ആൻസർ. ഓക്കെ ആണോ? 1:1√2 ആണെങ്കിൽ സൈഡുകള് അങ്ങനെയാണെങ്കിൽ
ആംഗിളുകൾ 45, 45, 90. നമുക്കറിയാം അല്ലെ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. The sides of a triangle are in the ratio 1:√3:2. What are the measure of its angles? കണ്ടോ? ഇങ്ങനെയാണെങ്കിൽ എന്താണ് വശങ്ങൾ തമ്മിലുള്ള കോണുകൾ എത്രയാണ്? കോണുകൾ എത്രയാണ്? 1√3 ആണെങ്കിൽ 30, 60, 90 ഡിഗ്രിയാണ്. ഓക്കെ ആണോ? 30, 60, 90. ക്ലിയർ ആണല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കണം കേട്ടാ. സാധാ ചോദ്യം, സിമ്പിൾ ആയിട്ട് എഴുതാം. നമ്മൾ ആംഗിൾ ഒന്ന് അങ്ങോട്ട് പഠിച്ച് ഇപ്പൊ ചോദിച്ചത് തിരിച്ചു ചോദിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിക്ക് പോവാം. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത വായിച്ചു നോക്കിയേ. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ എങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു മോഡൽ നിങ്ങൾക്ക് അറിയണ്ടേ? അതിനാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇട്ടിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ട്രയാങ്കിൾ ABC അല്ലെങ്കിൽ ABC is a right angle triangle. AB equal to BC equal to 3 സെന്റിമീറ്റർ. കണ്ട, AB 3, BC 3. ഓക്കെ ആണല്ലോ ചോദ്യത്തിലുണ്ട് അല്ലെ. റൈറ്റ് ട്രയാങ്കിൾ ആണ് 90 ഡിഗ്രി വരുന്നത്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആംഗിൾ എ എത്ര ഡിഗ്രി ആണ്? ആംഗിൾ എ എത്ര ഡിഗ്രി ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. ആംഗിൾ എ എത്ര ഡിഗ്രി ആയിരിക്കും പറയാൻ പറ്റുമോ? ഒരു ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിൽ രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്. രണ്ട് സൈഡ് ഈക്വൽ ആയാൽ അതായത് ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ. ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. അതായത് ഈ ചോപ്പ് കൊണ്ടാണ് ഏർപ്പെടുത്തിയതും ഈ ചോപ്പ് കൊണ്ടാണ് ഏർപ്പെടുത്തിയതും ഈക്വൽ ആയിരിക്കും. ആംഗിൾ എത്ര ഡിഗ്രി വരും? ഓൾറെഡി ഒരു 90 പോയിട്ടുണ്ട്. മൊത്തം 180 വേണമെങ്കിൽ ഇങ്ങനെ എഴുതാണെങ്കിൽ എഴുതാം. ആംഗിൾ ഈക്വൽ ടു 180 ആ 90 കുറയ്ക്കാം, ബാക്കിയുള്ളതിനെ പകുതിയാക്കി കൊടുക്കാം. അതായത് 180 90 വെച്ചാൽ 90 കിട്ടും. അതിനെ പകുതിയാക്കി അപ്പൊ 45 ഡിഗ്രി കിട്ടി. എടാ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 45. അപ്പൊ നമുക്ക് ആലോചിക്കാം, നമുക്ക് പഠിച്ചത് നോക്കിക്കൂടെ? രണ്ട് സൈഡ് സെയിം ആണെങ്കിൽ രണ്ട് ആംഗിൾ സെയിം ആവണം. അപ്പൊ 90 വേല ബാക്കി 45 ആയിരിക്കും അല്ലെ. ഇവിടുത്തെ ആംഗിൾ എത്ര കിട്ടി? 45 ഡിഗ്രി. എടാ സ്റ്റെപ്പ് നോക്കിയേ. ആകെ 180 ആണ്. അത് നീ 90 കുറച്ചിട്ട് ബാക്കിയുള്ളതിനെ പകുതിയാക്കി കൊടുക്കും. ഓക്കെ, അതുകൊണ്ട് ചോദ്യത്തിന് ആൻസർ കിട്ടി. ആംഗിൾ 45 ഡിഗ്രി. ഇടാ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റണതാണ്. എടാ ബി ക്വസ്റ്റ്യൻ. AC യുടെ നീളം എന്താണ്? AC യുടെ നീളം എന്താണ്? AC എന്ന് വെച്ചാൽ ഇതല്ലേ, ഈ സൈഡ് അല്ലേ AC. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ആംഗിൾ 45 ആണ്, മറ്റേ ആംഗിൾ 45, പിന്നെ ഒരു 90 അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് വരച്ചിട്ട് നോക്കാം. വേണമെങ്കിൽ വരച്ചിട്ട് നോക്കാം, അല്ലെങ്കിൽ നേരെ ഉത്തരം എഴുതാൻ അറിയുന്ന എഴുതിക്കോട്ടാ. 45, 45, 90. അങ്ങനെയാണെങ്കിൽ എന്താണ് റേഷ്യോ? 1:1:√2 അല്ലെ. 1:1:√2. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ളത് ഏതാണ്? ഒരു 45ന്റെ ഓപ്പോസിറ്റ് 3, മറ്റേ 45ന്റെ ഓപ്പോസിറ്റും 3 ആയിരിക്കും. 90ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? പഠിച്ചതാണല്ലോ. 45ന്റെ എന്താണ് സംഖ്യ? അതിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ 3 × √2, 3√2. അപ്പൊ എന്താണ് കിട്ടിയത്? വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് AC? 3√2 സെന്റിമീറ്റർ. ഓക്കെ ആണോ? 3√2 സെന്റിമീറ്റർ. കണ്ടാ 90ക്ക് ഓപ്പോസിറ്റ് അല്ലേ 3√2. ഇവിടെ 3√2 ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് 3 ആണ്, ഇതിന്റെ ഓപ്പോസിറ്റും 3 ആണ്. ഓക്കെ ആണോ? ഇതിന്റെ ഓപ്പോസിറ്റ് 3√2 ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. സിമ്പിൾ ആണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. പെട്ടെന്ന് ആൻസർ ചെയ്താ. ഈ ക്വസ്റ്റിന് മൊത്തം വന്നിരുന്നത് 1, 2, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നോക്കാം. ഇങ്ങനെ ഒരു ചോദ്യമായിട്ട് തന്നെ കേട്ടാ. അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് സാധാരണ പടം തന്നിട്ട് ചെയ്യിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് വായിച്ചു നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനനുസരിച്ച് ഒരു ഫിഗർ വരയ്ക്കണം, അതിന്റെ ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, ചെയ്ത് നോക്കാം. ഇൻ പാരലലോഗ്രാം ABCD. ഒരു പാരലലോഗ്രാം ABCD ആണ് എന്നുള്ളത്. അതിൽ AB എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ, BC 6 സെന്റിമീറ്റർ, ആംഗിൾ B 60 ഡിഗ്രി. ഓക്കെ ആണോ? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൈഡ്സ് AD ആൻഡ് BC? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു പടം വരയ്ക്കണം. ഓക്കെ ആണോ? ഞാൻ ഇപ്പൊ പടം വരയ്ക്കാം. പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞല്ലേ ഇരിക്കുള്ളൂ, നേരെ ഇരിക്കൂല. ഇതാണ് പാരലലോഗ്രാം. വരയ്ക്കുമ്പോ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ ആണോ? പാരലലോഗ്രാം പേര് കൊടുക്കുമ്പോ ABCD, പാരലലോഗ്രാം ABCD പേര് കൊടുത്തു. ഇനി എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? AB 4 സെന്റിമീറ്റർ അല്ലെ. 4 സെന്റിമീറ്റർ ആണ് AB. അപ്പൊ 4 സെന്റിമീറ്റർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 4 സെന്റിമീറ്റർ. പിന്നെ എന്താണ്? BC 6 സെന്റിമീറ്റർ. BC എന്ന് വെച്ചാല് 6 സെന്റിമീറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ അറിയണം? എന്തൊക്കെയാണ്? ഒരു ആംഗിൾ തന്നിട്ടുണ്ടല്ലോ. ആംഗിൾ B ഈക്വൽ ടു 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ആംഗിൾ B 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ആംഗിൾ B ചോപ്പ് കൊണ്ടാണ് അടയാളപ്പെടുത്താം. ചോപ്പ് ഉണ്ടല്ലോ തന്നിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് കൊണ്ടാണ് അടയാളപ്പെടുത്താം. 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? എന്താണ് ആദ്യത്തെ ചോദ്യം? A ചോദ്യം എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൈഡ്സ് AD ആൻഡ് BC? ചോദ്യം എന്താണ്? AD എന്നുള്ള സൈഡും അടിയിലത്തെ BC എന്നുള്ള സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? അതായത് നേരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ആ ഡിസ്റ്റൻസ് ഒന്ന് നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇങ്ങനെ നേരെ താഴ്ത്തിക്ക് വരച്ചാല് ഈ നീളം ABCD കൊടുത്തിട്ടുണ്ടല്ല, ഇതിന് E എന്ന് കൊടുക്കാം. AE എന്നുള്ള നീളമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആദ്യത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്താണ്? AE എന്നുള്ള നീളം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആണോ? AD എന്നുള്ള സൈഡും BC എന്നുള്ള സൈഡും തമ്മിലുള്ള നേരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഓക്കെ ആണോ?
അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം. കിട്ടിയല്ല? ഇനി എന്താ ചെയ്യാ? അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഏതാണ് എടുക്കുക? ഫുൾ ഒന്നും മൈൻഡ് ചെയ്യരുത്. നമുക്ക് ഏതെടുക്കണം? ഈ ട്രയാങ്കിൾ മാത്രം എടുക്കാം. ഞാനിപ്പോ ഈ നീല കളറാക്കണ ട്രയാങ്കിൾ കണ്ട നിങ്ങള്, ഈ നീല കളറാക്കിയ ട്രയാങ്കിൾ മാത്രം എടുക്കാം. ആ ട്രയാങ്കിൾ നോക്കി, ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആണ് വരാ. ഇവിടെ ഓൾറെഡി ഒരു 60 ഉണ്ട്. മുകളിലത്തെ ആംഗിൾ എത്രയാണ് വരാ? 30 ആണ് വരാ. അപ്പൊ നമുക്ക് എന്താ എഴുതാണെങ്കിൽ ഇൻ ട്രയാങ്കിൾ ABE, ഇൻ ട്രയാങ്കിൾ ABE, ABE എന്നുള്ള ട്രയാങ്കിളിൽ എന്താണ് ആംഗിളുകൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ആംഗിളുകള് 30, 60, 90 ആണ്. ഓക്കെ ആണോ? റേഷ്യോ 1:√3:2 ആണ്. അറിയാം. ഓക്കെ. ഇനി എന്താണ്? 90ക്ക് ഓപ്പോസിറ്റ് 4. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് 4 ആണ് നിൽക്കുന്നത്. 90ക്ക് ഓപ്പോസിറ്റ് 4 ആണ്. അപ്പൊ അങ്ങനെയാണ് 30ക്ക് ഓപ്പോസിറ്റ് 2 ആയിരിക്കും, 60ക്ക് ഓപ്പോസിറ്റ് 2√3 ആയിരിക്കും. അറിയാലേ? നമുക്ക് ഇവിടെ തന്നെ √3 ആണ് മൾട്ടിപ്ലൈ ചെയ്യണം. എഴുതാ അറിയാലേ? ഇത് 3 എഴുതി. ഈ പടത്തിലൊന്ന് നോക്കാം. 90ക്ക് ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 2 ആണ്. 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എത്രയാണ്? 60ക്ക് ഓപ്പോസിറ്റ് 2√3 ആണ്. 2√3. ഓക്കെ ആണോ? Therefore the distance between AD and BC എന്താണ്? ഈ ഹൈറ്റ് ഇത് തമ്മിലുള്ള ഹൈറ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? 2√3. നേരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ ചെരിഞ്ഞിട്ടുള്ള ഒന്നും എടുക്കരുത്. എടാ നേരെ വരയ്ക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് BCയിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ അതിന്റെ നീളത്തിലാണ്. അങ്ങനെയും ചോദിക്കും. അങ്ങനെ പറയാ, എന്ന് അടിക്ക് പെർപെൻഡിക്കുലർ 90 ഡിഗ്രി വരച്ചാൽ ഇവിടുത്തെ നീളത്തിലാണ്. അങ്ങനെ ചോദിച്ചാലും ഇത് തന്നെ. അല്ലെങ്കിൽ ഈ രണ്ട് ഡിസ്റ്റൻസ്, ഈ രണ്ട് സൈഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വെച്ചാലോ അതും ഇത് തന്നെ. അപ്പൊ എന്താണ് ഉത്തരം കിട്ടിയത്? 2√3 കിട്ടി. ക്ലിയർ ആണോ നോക്കി? വലിയ പ്രശ്നമില്ല. കിട്ടിയല്ല? 2√3. അപ്പൊ എന്താ എഴുതാ? ഹൈറ്റ് ആണ് കിട്ടിയത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൈഡ്സ്. അങ്ങനെ എഴുതാ 2√3. ഓക്കെ ആണോ? അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ചോദ്യം കൂടി ഉണ്ട് അതിനകത്ത്. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. ഈ പാരലലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ. എന്താണ് ഏരിയ? ഏരിയ കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ ആണ് BH. എടാ പാരലലോഗ്രാമിന്റെ ഏരിയ ആണ് ലൊക്കേഷൻ ആണ് BH. B എന്ന് പറഞ്ഞാൽ ബേസ്, H എന്ന് പറഞ്ഞാൽ നേരെയുള്ള ഹൈറ്റ്. അപ്പൊ ഏതാണ് ഇതിനകത്ത്? B ബേസ് 6 ഉണ്ട്. 6 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? നേരെയുള്ള ഹൈറ്റ് 2√3 ആണ്. 2√3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എന്താ ചെയ്യാ? 6ഉം 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. റൂട്ടിന്റെ ഉള്ളിൽ വെച്ചൊന്നും ചെയ്യരുത്. 6 ഇൻറ്റു 2 12√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ദിസ് പാരലലോഗ്രാം. ഓക്കെ ആണോ? BH ആണ് ഏരിയ കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ. ട്രയാങ്കിളിന്റെ ആണെങ്കിലോ? ട്രയാങ്കിൾ ആണെങ്കിൽ ഏതാണ് ഇക്വേഷൻ? ഹാഫ് BH ആണ് ട്രയാങ്കിളിന്റെ ഏരിയ. പാരലലോഗ്രാമിന്റെ ഏരിയ BH ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കണം കേട്ടാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത എന്താണ് ചോദിച്ചിട്ടുള്ളത്? അടുത്ത ചോദ്യം ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. സിമ്പിൾ ആണ്. ഇങ്ങനത്തെ പടങ്ങളൊക്കെ കണ്ടാ പേടിക്കരുത്. സിമ്പിൾ ആണ്, ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇതിലെന്താ? ഇവിടെ 8 സെന്റിമീറ്റർ ആണ് എന്നുള്ളത്. ഇവിടെ P ആണ്, ഇവിടെ Q ആണ്, ഇവിടെ R ആണ്. ഓക്കെ ആണോ? ഇവിടെ S ആണ്. ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട്. ഇവിടുത്തെ ആംഗിൾ 30 ഡിഗ്രി, ഇവിടുത്തെ ആംഗിൾ 45 ഡിഗ്രി. ഓക്കെ ആണോ? ഫസ്റ്റ് ഇത് കഴിഞ്ഞതാ. ഇത്രയും ഭാഗങ്ങളാണ് ഉള്ളത്. ഇനി എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PS? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PS? PS-ന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ആംഗിളുകളൊക്കെ മുകളിൽ എഴുതിയിട്ടുണ്ട്. 8 എന്ന് എഴുതിയിട്ടുണ്ട്. PS എത്രയാണ്? P തുടങ്ങിയ S വരെ ഞാനിപ്പോ ഈ ബ്ലൂ കൊണ്ട് വരച്ചില്ലേ, അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കിപ്പോ 2 ട്രയാങ്കിൾ അപ്പുറം ഇപ്പുറം ഉള്ളത്. ഇങ്ങനെ ഒരു വര വരച്ചപ്പ 2 ട്രയാങ്കിൾ ആക്കി തിരിച്ചല്ലേ. ഇപ്പൊ ലെഫ്റ്റിലെ ട്രയാങ്കിൾ ഉണ്ട്, റൈറ്റിലെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ ട്രയാങ്കിൾ എടുക്കുകയാണ്. ഏത്? ഈ PSR എന്നുള്ള ഈ റെഡ് കൊണ്ട് വരച്ച ട്രയാങ്കിൾ എടുക്കുകയാണ്. അതിന്റെ പ്രത്യേകത നോക്കി. ഒരാംഗിളിന് 30 ഡിഗ്രി ഉണ്ട്, ഒരാംഗിളിന് 90 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മറ്റേ അതിന്റെ മുകളിൽ ആംഗിൾ എത്രയായിരിക്കും? 60 ആയിരിക്കും അല്ലെ? അപ്പൊ ആംഗിളുകൾ എങ്ങനെയാണ്? 30, 60, 90 എന്നുള്ള ട്രയാങ്കിൾ ആണ്. ഏത് ട്രയാങ്കിൾ? അതിന്റെ പേര് വേണമെങ്കിൽ എഴുതിക്കോ. ഇൻ ട്രയാങ്കിൾ PSR കേട്ടാ. PSR എന്നുള്ള ട്രയാങ്കിളില് ആംഗിൾ ഇങ്ങനെയാണ്. ഞാൻ അറിയണം നോക്കാം. 90ക്ക് ഓപ്പോസിറ്റ് 8 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് 8. അതിന് മുമ്പ് റേഷ്യോ വേണമെങ്കിൽ എഴുതാം അല്ലെ. 1:√3:2 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് 8 ആണ്. 30ക്ക് ഓപ്പോസിറ്റ് 4 ആയിരിക്കും. 60ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 30ക്ക് ഓപ്പോസിറ്റ് 4 കേട്ടാ. 4 ആയിരിക്കും. 60ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 4 × √3 ആയിരിക്കും. അറിയാലോ നമുക്ക് ഇവിടെ തന്നെ √3 ആണ്. മൾട്ടിപ്ലൈ ആണ് അല്ലെ. ഞാൻ അത് നോക്കി എഴുതാം. എന്തെഴുതാം? 90ക്ക് ഓപ്പോസിറ്റ് 8. 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് അല്ലേ PS. Therefore PS equal to a question എന്താണ്? A question PS equal to ഇതിന്റെ ഓപ്പോസിറ്റ് എത്രയാണത്? എത്രയാണ്? 30ക്ക് ഓപ്പോസിറ്റ് 4 സെന്റിമീറ്റർ. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. B ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. PS കിട്ടിട്ടാ. 4 കിട്ടി. ഇത് 4 കിട്ടി. ഓക്കെ. ഇനി എന്താണ്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് QR ആൻഡ് QP. QP കണ്ടുപിടിക്കണം, QR കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാപ്പാ? ഇത് QR കണ്ടുപിടിക്കണമെങ്കിൽ ഒരു കാര്യമുണ്ട്. ഈ നീളം വേണം അല്ലെ? രണ്ടും കൂടിയും കൂട്ടിയാലാണ് QR കിട്ടാ. ഈ QP കണ്ടുപിടിക്കാനോ? QP കണ്ടുപിടിക്കാൻ വലിയ പണി.
വലിയ പണിയില്ല. ഇവിടെ എന്താണ്, ഇവിടെ ഒരു 45 ഉണ്ട്, ഇവിടെ ഒരു 90 ആയിരിക്കും, ഈ മുകളിലെ ആംഗിൾ 45 ആയിരിക്കും. ഓക്കെ ആണോ? ആണല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 45 45 90 എന്നുള്ള ഈ ട്രയാങ്കിൾ എടുക്കാം. PQS ഇൻ ട്രയാങ്കിൾ PQS എന്നുള്ള ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ എന്തെടുക്കാം, ആംഗിൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, 45 45 90 എന്നാണ് ഇരിക്കുന്നത് അല്ലെ. 1 1 √2 ആണ് റേഷ്യോ. എന്താണ് അറിയണത്, 45ന്റെ ഓപ്പോസിറ്റ് 4 അല്ലെ. ഈ 4 എന്ന് വെച്ചാൽ ഇതിലും വരണതാണ്, ഇതിന് ഓപ്പോസിറ്റ് ആണ് ഈ 4 കിട്ടിയത്, 4 കിട്ടി. മറ്റേ ഓപ്പോസിറ്റ് 4, ഇതിന് ഓപ്പോസിറ്റ് 4 √2 അല്ലെ വരാ. ഇതിന് ഓപ്പോസിറ്റ് 4, ഈ 90ക്ക് ഓപ്പോസിറ്റ് 4 √2. ഓക്കെ ആണോ കിട്ടിയത്, 4 √2. അപ്പൊ PQ അല്ലെങ്കിൽ QP ആദ്യം എഴുതി ആൻസർ. ബി ക്വസ്റ്റ്യൻ ആൻസർ ആണ് എന്താണ്, QP equal to 4 √2 സെന്റിമീറ്റർ. ഓക്കെ ആണോ, QP കിട്ടിട്ടാ. ഇനി മൂന്നാമത്തെ സൈഡ് QR അല്ലേ കണ്ടുപിടിക്കേണ്ടത്. QR മൊത്തം കിട്ടാൻ എന്ത് ചെയ്യണം, ഇവിടെ തുടങ്ങി ഇവിടം വരെ 4 ആണെന്ന് കിട്ടി അല്ലെ. ഇതിന് ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് 4, ഇത് 4 കിട്ടി. ഇതോ ഈ ട്രയാങ്കിൾ നോക്കിയേ, 30 60 90 ആയിരുന്നു. 30ക്ക് ഓപ്പോസിറ്റ് 4, 60ക്ക് ഓപ്പോസിറ്റ് 4 √3 ആണ് ഈ നീളം, 4 √3 ആണ് അല്ലെ. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാണെങ്കിൽ QR എന്നുള്ള നീളം, അതായത് QR എന്നുള്ള നീളം എന്ത് എഴുതാം, ബി ക്വസ്റ്റ്യൻ ആണ് എഴുതാം കേട്ടോ. QR equal to എന്തൊക്കെ കൂട്ടണം, ഇവിടെ തുടങ്ങിയുള്ള 4, ഇവിടെ തുടങ്ങിയുള്ള 4 √3 കൂടി കൂട്ടണം. 4 + 4 √3. ഓക്കെ ആണോ, അതാണ് QR. കിട്ടിയ 4 + 4 √3 കിട്ടിയല്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കണേ. ക്ലിയർ ആണോ, വേറെ ഒന്നുമില്ലല്ല. ഓക്കെ ആണോ, കിട്ടി. അപ്പൊ നമുക്ക് ഇനി എന്താ എഴുതാ, ഇനി അത് കഴിഞ്ഞു. ഇനി എന്താണ്, അത് 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി മൂന്നാമതൊരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് റേഷ്യോ ഓഫ് ദി സൈഡ്സ്. ഇത് √2:2 1 + √3. ഇതെന്താ ഉദ്ദേശിക്കണത്, ഇത് ഈ ട്രയാങ്കിൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇട്ടിട്ട് ഇങ്ങനെ ഒരു പടം തരാണെങ്കിൽ ഇതുപോലെ ഒരെണ്ണം വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ട്രയാങ്കിളിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ഒന്ന് എഴുതാൻ പറ്റുമോ, ഒന്ന് എഴുതട്ടെ, ഞാൻ കാണിച്ചു തരാം. ഈ ട്രയാങ്കിൾ എടുക്കണ്ട, ഈ ട്രയാങ്കിളിന്റെ സൈഡുകളുടെ റേഷ്യോ, അതായത് ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 30ന്റെ ഓപ്പോസിറ്റ് സൈഡ് വലുതിട്ടാ, നടുക്കത്തൊന്നും മൈൻഡ് ചെയ്യണില്ല. ഇനി വലിയ ട്രയാങ്കിൾ എടുക്കുന്നത് PQR എന്നുള്ളത്. അതിനെന്താണ്, 30ക്ക് ഓപ്പോസിറ്റ് 4 √2 is 45ന്റെ ഓപ്പോസിറ്റ് 8 പിന്നെ ഇത് മൊത്തം എത്ര ഡിഗ്രിയാണ്, 60 45 കൂടി കൂട്ടുമ്പോ 105 അല്ലെ. 105ന്റെ ഓപ്പോസിറ്റ് 4 + 4 √3. 4 + 4 √3 ആണ് ഉള്ളത്. ഓക്കെ ആണോ, ഇങ്ങനെയാണ് മുകളിലെ കിട്ടിയത്. എന്ത്, ഈ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ഇങ്ങനെയാണ് കിട്ടിയത്. ആംഗിളുകൾ എങ്ങനെയാവുമ്പോ 30 45 മൊത്തം 105. ഓക്കെ ആണോ, അങ്ങനെ ആംഗിൾ വരുമ്പോ ഇതാണ് റേഷ്യോ. ഇതിനൊന്ന് വെട്ടിച്ചെറുതാക്കാം, അതായത് വെട്ടിച്ചെറുതാക്കാൻ ഒന്നുകൂടി എഴുതാം. 4 √2 is 8 is ഇതിനകത്ത് 2 4നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് 4 × 1 + √3. ഇതാണ് പുറത്തേക്ക് എടുക്കുമ്പോ കിട്ടാം. നോക്കി, ഈ 4 പുറത്തേക്ക് വന്നപ്പോ 4 പുറത്തേക്ക് വന്നു. അവിടെ ബാക്കി ഒരു ഒന്നുണ്ട് എഴുതണം, പ്ലസ് ഈ 4 √3 4 പോയാൽ ബാക്കി എന്തുണ്ട്, √3 ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒന്നല്ല, ഇങ്ങനെ ഒന്ന്. അപ്പൊ ഇതിനാ റേഷ്യോ എടുക്കുമ്പോ എന്ത് ചെയ്യണം, ഏറ്റവും ചെറിയ ഫോം ആണ് റേഷ്യോ, അതായത് വെട്ടിക്കളയണം. 4 വെച്ച് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യുക. ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 4 പോയി. ഇതിന് 8ന, അതായത് √2 മാത്രമായി. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 2 ആയി. ഓക്കെ ആണോ, 2 അല്ലെ. ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ ഈ 4 പോയി, എത്ര കിട്ടി, 1 + √3 കിട്ടി. കണ്ടാ, ഇതല്ലേ ചോദിച്ചിട്ടുള്ള ചോദ്യം. നോക്കിയേ, √2 + 2 + 1 + √3. കണ്ടാ, ഇതല്ലേ നമുക്ക് കിട്ടിയ റേഷ്യോ, അതായത് ഈ ട്രയാങ്കിളിന്റെ റേഷ്യോ ആണ് ഇത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യാ, ഇതുപോലെ തന്നെ ഒരു പടം വരച്ചാൽ മതി. ഇതുപോലെ തന്നെ പടം ഇങ്ങനെ വരയ്ക്കാൻ പോകാണെങ്കിൽ ഇവിടെ ഒരു 8 സെന്റിമീറ്റർ തുടങ്ങാം. ഒരു 8 സെന്റിമീറ്റർ ഇങ്ങനെ ചരിച്ചു വരച്ച് എത്ര ഡിഗ്രി ഒക്കെയാണ്, ഇവിടെ നിന്ന് ഒരു 30 ഡിഗ്രി എടുത്ത് ഇങ്ങോട്ട് വരയ്ക്കാം, ഇവിടെ നിന്ന് ഒരു 105 ഡിഗ്രി എടുത്ത് ഇങ്ങോട്ട് വരയ്ക്കാം. 105ഉം വരയ്ക്കാം, 30ഉം വരയ്ക്കാം. 8 സെന്റിമീറ്റർ തുടങ്ങിയിട്ട്. ഓക്കെ ആണോ, അപ്പൊ ഈ ട്രയാങ്കിൾ ആണ് എന്ത്, ഇതുപോലെ റേഷ്യോ ഉള്ള ട്രയാങ്കിൾ. ഓക്കെ, 8 സെന്റിമീറ്റർ തന്നെ വരയ്ക്കാൻ നിർബന്ധമൊന്നുമില്ല, വേറെ വരച്ചിട്ടുണ്ടെങ്കിലും ഇതേ റേഷ്യോ തന്നെ കിട്ടും. ആംഗിൾ ഇങ്ങനെ ആയാൽ മതി എടാ. ആംഗിൾ 105ഉം 30ഉം വന്നാൽ മതി. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അങ്ങോട്ട് വരച്ചു വെച്ചാൽ മതി എടാ. ഇങ്ങനെയൊക്കെ വരുമ്പോ ചോദ്യത്തിലുള്ള ഫിഗർ തന്നെ ആയിരിക്കും ഏകദേശം വരാം. ഇതാണ് റേഷ്യോ, ഇതാണ് ഈ ട്രയാങ്കിളിന്റെ സൈഡുകളുടെ റേഷ്യോ വന്നത്. ഓക്കെ, ആംഗിൾ ഇങ്ങനെ ആയുമ്പോ സൈഡുകളുടെ റേഷ്യോ വന്നു. അപ്പൊ ഇതേ ആംഗിൾ വരുന്ന ഒരു ട്രയാങ്കിൾ അവിടെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ എന്താണ്, ഇതേ ആംഗിൾ വരുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റിയാല് അതാണ് ആ റേഷ്യോയിലുള്ള ട്രയാങ്കിൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ, വലിയ കുഴപ്പമില്ല. ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോട്ടെ. ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഇനി ചോദിച്ചിട്ടുള്ളത്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇത് ട്രയാങ്കിൾ ABC, AB = 4 സെന്റിമീറ്റർ,
പിന്നെ ബി സി ഈക്വൽ ടു 6 സെന്റിമീറ്റർ, ആംഗിൾ വന്നിട്ടുണ്ട് 60 ഡിഗ്രി. ഫൈൻഡ് ദ ഏരിയ. സിമ്പിൾ ചോദ്യം അല്ലെ, ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച് ആണ് ഇക്വേഷൻ. എന്തൊക്കെ അറിയാ? ബേസ് അറിയാ, ഹൈറ്റ് അറിയാൻ പാടില്ല. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നേരെ വരയ്ക്കുന്ന ഹൈറ്റ് അല്ലെ, മുകളിൽ നിന്ന് അടിക്ക് വരയ്ക്കണം. നേരെയുള്ള ഹൈറ്റ് ഡി എന്ന് കൊടുക്കുകയാണെങ്കിൽ എ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിച്ചാലാണ് ഇവിടുത്തെ ഹൈറ്റിന്റെ അകത്ത് കൊടുക്കാൻ പറ്റാം. ഓക്കെ, മനസ്സിലാവണ്ടല്ല? ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ഇക്വേഷൻ, ഹാഫ് ബി എച്ച് ആണ്. ബേസ് അറിയാ, നേരെയുള്ള ഹൈറ്റ് കണ്ടുപിടിക്കണം, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാ? അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഫുൾ ഒന്നും കൊടുക്കരുത്, നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ആണ് കണ്ടുപിടിക്കാൻ പറ്റണം അല്ലെ. റൈറ്റ് ട്രയാങ്കിൾ നോക്കാം. ഇവിടെ ഇങ്ങനെ വരച്ചപ്പോ ഇവിടെ ഒരു 90 ഡിഗ്രി അല്ലേ വന്നത്, ഇവിടെ ഒരു 60 ഉണ്ട്. ഇതിന്റെ മുകളിലത്തെ ആംഗിൾ എത്രയായിരിക്കും? 30 ആയിരിക്കും. അപ്പൊ നമുക്ക് ഉള്ള ട്രയാങ്കിൾ ആയല്ല ഏതാണ്? ഇൻ ട്രയാങ്കിൾ. അതിന്റെ പേര് എഴുതിയേ എ ബി ഡി. എ ബി ഡി എന്നുള്ള ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിനകത്ത് എങ്ങനെയാണ് ആംഗിൾ വരക്കണത്? ആംഗിൾ ഒരെണ്ണം 30, ഒരെണ്ണം 60, ഒരെണ്ണം 90. ഓക്കെ ആണോ? 30, 60, 90 ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോ റേഷ്യോ 1:√3:2 ആണ് റേഷ്യോ. 1:√3:2 ആണ്. ഞാൻ അറിയണം നോക്കാം. 90ക്ക് ഓപ്പോസിറ്റ് 4 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് 4 ആണ്. 30ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 2 ആയിരിക്കും. 60ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 2 × √3 ആയിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. 2 × √3 ആയിരിക്കും. ഇതിനകത്ത് നോക്കാം, എഴുതാം. എന്താണ്? 90ക്ക് ഓപ്പോസിറ്റ് 4, 30ക്ക് ഓപ്പോസിറ്റ് 2, 60ക്ക് ഓപ്പോസിറ്റ് 2√3. therefore height equal to height എന്ന് എഴുതാ, അല്ലെങ്കിൽ AD ഈക്വൽ എന്താണ്? 2√3 സെന്റിമീറ്റർ കിട്ടി അല്ലെ? കാണാ, ഹൈറ്റ് കിട്ടിയല്ല, 2√3 കിട്ടി. ഇനി എന്ത് ചെയ്യാ? ഇനി ഏരിയ കണ്ടുപിടിക്കാൻ കൊടുക്കുക. ഏരിയ ഈക്വൽ ടു എന്താണ്? ഏരിയ എന്തിന്റെ ഏരിയയാണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയയാണ്. ഏരിയ ഫുൾ ആണ് വേണ്ടത്. ഹൈറ്റ് കണ്ടുപിടിക്കുമ്പോ ഈ ട്രയാങ്കിൾ മാത്രമേ മതി. ഏത്? ഈ ലെഫ്റ്റിലുള്ള ട്രയാങ്കിൾ മാത്രമാണ് നമ്മളെടുത്ത് ഹൈറ്റ് കണ്ടുപിടിക്കാൻ എടുത്തത്. ഏരിയ ആണുമ്പോ ഫുൾ വേണം. അപ്പൊ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് എത്ര എടുക്കും? ബേസ് മൊത്തം എടുക്കണം അല്ലെ. ബേസ് 6 ആണ്. അപ്പൊ 6 ഇൻറ്റു ഹൈറ്റ് എത്ര കിട്ടിയത്? 2√3 കിട്ടി. വേണമെങ്കിൽ ഈ 2 വെട്ടാ, ഇങ്ങനെയൊക്കെ വെട്ടാൻ പറ്റും. എടാ, ഈ 2 വെട്ടാ. മുകളിലും താഴെയല്ലേ ഉള്ളത്, റൂട്ടിന്റെ ഉള്ളിലൊന്നും കയറി വെട്ടരുത്, പുറത്തുണ്ടെങ്കിൽ വെട്ടിക്കളയാം. ബാക്കി എന്തുണ്ട്? 6 × √3, അതായത് 6√3 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ? ഏരിയ കിട്ടി 6√3 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്തേക്ക് പോവാം. അടുത്തെന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ തന്നെ ഏരിയ ആണുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് എന്തായാലും പഠിക്കണം. നോക്കാം, സിമ്പിൾ ആണ്, ഭയങ്കര സിമ്പിൾ ആണ്. നോക്കാം എന്താണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ബിലോ? ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇങ്ങനെ ഒരു സൈഡ് ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരു അടിയിൽ വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 4 സെന്റിമീറ്റർ, ഇപ്പുറം ഒരു 120 ഡിഗ്രി, ഇപ്പുറം ഒരു 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു ബി എച്ച് ആണ് ഇക്വേഷൻ അല്ലെ. ബേസ് അറിയാൻ പാടുണ്ട, ഹാഫ് ബി എച്ച് ആണ് ഇക്വേഷൻ. ഇക്വേഷൻ ആണ് ഏരിയ ഇക്വേഷൻ, ഹാഫ് ബി എച്ച് തന്നെയാണ് കേട്ടോ. ഇക്കൊല്ലം നമ്മൾ വേറൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം ഹാഫ് ബി എച്ച് ആണ്. ബേസ് എത്രയാണ്? അറിയില്ല. ഹൈറ്റ് എത്രയാണ്? അതും അറിയില്ല. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യണം? ഈ ട്രയാങ്കിളിന് വേറെ വല്ല പ്രത്യേകത ഉണ്ടാ? ഈ ട്രയാങ്കിൾ 2 സൈഡുകൾ ഈക്വൽ ആണ്. 2 സൈഡ് ഈക്വൽ ആയ ട്രയാങ്കിളിന്റെ പറയുന്ന പേരെന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ. എന്താണ് ഇതിന്റെ പേര്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ് ഈ വരച്ചിട്ടുള്ളത് അല്ലെ. 2 സൈഡുകൾ ഈക്വൽ ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും വേണമെങ്കിൽ ഈക്വൽ, വേണമെങ്കിൽ അല്ല, ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും സെയിം ആയിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഐസോസിലസിന് മുകളിൽ നിന്ന് ഞാനിപ്പോ വായിക്കാനുണ്ടേ, ഇത് വായിക്കാണ്ട്. മോൾ ഭാഗത്ത് നിന്ന്, അതായത് മുകളിൽ നിന്ന് അടിഭാഗത്തേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ എന്ത് പറ്റുന്നറിയോ? ഇവിടുത്തെ ആംഗിളിന് ഈക്വൽ ആയിട്ട് കട്ടാവും. അതായത് 120 എന്താവും? 60 ആയിട്ട് കട്ടാവും. ഇവിടുത്തെ ആംഗിൾ എത്ര വരും? ഇത് 30 വരും, ഇവിടെ 90 വരും. ഇപ്പുറം 30, ഇവിടെ 90 തന്നെ വരും അല്ലെ. അങ്ങനെയല്ലേ വരാ? ഐസോസിലസിനും ഈക്വലാറ്ററലിനും മുകളിൽ നിന്ന് അടിക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ എന്ത് പറ്റും? ആംഗിളുകളെ ബൈസെക്ട് ചെയ്യും. ഓക്കെ ആണോ? അടിഭാഗത്തെ നീളവും തുല്യമായിട്ട് കട്ട് ചെയ്യും. ഓക്കെ, അടിഭാഗം മൊത്തം 10 ആണെങ്കിൽ 5 ആയിട്ട് കട്ട് ചെയ്യും. ഓക്കെ, 10 ആണെങ്കിൽ 5 ആയിട്ട് കട്ട് ചെയ്യും. കിട്ടിയല്ല? അപ്പൊ ഇപ്പൊ 60, 30, 90, 30, 60, 90 ഉണ്ട്. 90ന്റെ ഓപ്പോസിറ്റ് ആണ് അറിയാം. അപ്പൊ എന്താ എഴുതാണെങ്കിൽ ട്രയാങ്കിൾ പേരൊക്കെ കൊടുക്കണോ? ABC ആണ് വലുത്. 3D കൊടുക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ ABD. ABD എന്നുള്ള ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ എന്താണ് ആംഗിൾ എടുക്കുന്നത്? ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 30, 60, 90. 30, 60, 90 ആണ്. റേഷ്യോ എന്താണ്? 1:√3:2 ആണ് അല്ലെ. അറിയണം നോക്കി. 90ക്ക് ഓപ്പോസിറ്റ് 4, 30ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 2 ആയിരിക്കും. 60ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 2√3 ആയിരിക്കും. ഓക്കെ ആണോ? 2√3 ആയിരിക്കും. കിട്ടിയല്ല? നമ്മൾ പഠിച്ചതാണ്. അപ്പൊ പറഞ്ഞൊന്നും കൊണ്ട് അടയാളപ്പെടുത്താം.
90ക്ക് ഓപ്പോസിറ്റ് 4 ഉണ്ട്. 30ക്ക് ഓപ്പോസിറ്റ് 2 ആണ്. 2 ട്ടാ. 30ക്ക് ഓപ്പോസിറ്റ് 2 ആണ്. 60ക്ക് ഓപ്പോസിറ്റ് 2√3 ആണ് കിട്ടിയത്. 2√3. ഓക്കെ, കിട്ടിയല്ല? ഇത്രയാണ് കിട്ടിയത്. ഈ ട്രയാങ്കിളിൽ ഇങ്ങനെയാ കിട്ടിയത്. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഹാഫ് ബി എച്ച് ആണ് അല്ലെ? ഹാഫ് ബി എച്ച് ആണ് ഇക്വേഷൻ. ബേസ് എത്രയാണ്? ബേസ് ഈ 2√3 മാത്രമല്ലോ? അല്ല, ഫുള്ള് ബേസ് വേണം അല്ലെ? കൊടുക്കുമ്പോ ഇവിടെ വരെ 2√3. ബാക്കി ഇത്രയും ഭാഗോ ഇവിടെ തുടങ്ങി ഇവിടം വരെയുള്ള ഭാഗോ അതും 2√3 ആയിരിക്കും. പറഞ്ഞില്ലേ? ഈ ഐസോസെലസ് ട്രയാങ്കിളിന്റെ മുകളിൽ നിന്ന് അടിയിലേക്ക് വരയ്ക്കുമ്പോ അടിഭാഗത്തിന് തുല്യമായിട്ട് കട്ട് ചെയ്യും. ഇത്രയും ഭാഗം 2√3 ആണെങ്കിൽ ഇപ്പുറം 2√3 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെയും കിട്ടി, ഇവിടെയും കിട്ടി. കിട്ടിയല്ല? ഇനി എന്ത് ചെയ്യണം? അടുത്തത് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? ഹാഫ് ബി എച്ച് ആണ്. അപ്പൊ കൊടുക്കുകയാണ് ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 2√3 പ്ലസ് 2√3 എത്രയാണ്? 2√3 പ്ലസ് 2√3 ആണ് ബേസ് അടക്കണത് അല്ലെ? ബേസ് എത്രയാണ്? 2√3 കൂട്ടിയാല് 2√3 പ്ലസ് 2√3 4√3. എടാ അങ്ങനെയാണ് അത് കൂട്ടാട്ടാ. 4√3. എടാ എക്സുകളൊക്കെ ചെയ്യണ പോലെ തന്നെ കൂട്ടാ. 2x കൂട്ടിയാൽ 4x ആവൂലേ? അതുപോലെ ഞാൻ √3 അല്ലാതെ √3 ഉള്ളിലൊന്നിട്ട് കൂട്ടരുത്. എടാ ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ. 4√3 ആണ് കിട്ടിയത് ബേസ്. അപ്പൊ 4√3 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് കിട്ടിയത്? 2 ആണ്. അടിയിലുള്ള 2 മേലുള്ള 2 വെട്ടിപ്പോയി. ബാക്കി എന്തുണ്ട്? 4√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ. ഓക്കെ ആണോ? ഇതാണ് ചെയ്ത സ്റ്റെപ്പ്. ഇതാണ് ഇതിന്റെ ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കിട്ടിയല്ല? അപ്പൊ ഈ അടിഭാഗം തന്നിട്ടില്ലെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ടാണ് ചെയ്യാൻ. ഇത്ര നേരം തന്ന കണക്കിലൊക്കെ അടിഭാഗം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റി. അടിഭാഗം ഇല്ലെങ്കിലോ അത് ഫുള്ള് കണ്ടുപിടിച്ചിട്ടാണ് ഏരിയ കണ്ടുപിടിക്കാൻ. കേട്ടാ? ക്ലിയർ ആണോ? ആണല്ലോ, കുഴപ്പമില്ലല്ലോ. അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്തത് വരുന്നത് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. സാധാരണ ഒരു ആംഗിൾ 30 വരുമ്പോ ഇതുപോലെ തന്നെ ഏരിയ കണ്ടുപിടിക്കുക. ഒരു ആംഗിൾ 60 വരുമ്പോ ഇതുപോലെ തന്നെ. കേട്ടാ? ഹാഫ് ബി എച്ച് എന്നുള്ള ഇക്വേഷൻ തന്നെയാണ്. ഹൈറ്റ് കണ്ടുപിടിക്കുക, ഏരിയ കണ്ടുപിടിക്കുക. ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കാം. ക്യാൻസർ കിട്ടുമോ നോക്കാം. കിട്ടും, വേറെ പണിയൊന്നും ഒന്നുമില്ല. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ഭാഗം. ഫസ്റ്റ് ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ ടൈപ്പ് ചോദ്യവും നമ്മൾ ചെയ്തിട്ടുണ്ട്. 30, 60, 90 വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എടാ ഇനി ലാസ്റ്റ് ഭാഗത്തും ഈ 30, 60, 90 കയറി വരണുണ്ട്. ഓക്കെ, അപ്പൊ അത് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഇനി അടുത്ത ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് ഈ ഭാഗം. ഇത് വെച്ചിട്ട് കുറെ ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ തന്നെ മനസ്സിലാക്കി പഠിക്കണം. ഇപ്പൊ ഞാനിപ്പോ പറയാം, ഇങ്ങനൊരു ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിനകത്ത് വരച്ചിട്ടുണ്ട്. ഞാൻ മോളിൽ കൂടെ ഒന്നുകൂടി വരയ്ക്കാം. ഇതാണ് നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് ഈ വരച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഒരു ആംഗിൾ ആണ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആംഗിൾ നമുക്ക് ഈ കൊല്ലം കിടക്കുന്നത് ആൽഫയാണ്. ആൽഫ ട്ടാ. ഇതല്ല, ഇത് മറ്റേ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ടാ. അതല്ല, കൊല്ലം ആൽഫയാണ്. ആൽഫ എന്ന് പറഞ്ഞൊരു ആംഗിൾ ആണ് ഏർപ്പെടുത്തിയാല് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിനെ പറയുന്ന പേരെന്താണ്? ഹൈപ്പോടെന്യൂസ് ആണ്. അതായത് കർണം എന്ന് പറയും. മലയാളത്തിൽ കർണം എന്ന് പറയും. ഓക്കെ ആണല്ലോ? ഈ ആൽഫ എന്നുള്ള ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിന് എന്ന് പറയും? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയും. അതായത് എതിർവശം എന്ന് പറയും. എതിർവശം. ഓക്കെ ആണോ? ഇനി ഈ ആൽഫര അടുത്തുള്ള സൈഡിന് എന്ന് പറയും? അഡ്ജസെന്റ് സൈഡ് എന്ന് പറയും. അഡ്ജസെന്റ് സൈഡ്, അതായത് സമീപവശം എന്ന് പറയും. ഓക്കെ ആണോ? ക്ലിയർ ആണോ നോക്കി? ക്ലിയർ അല്ലേ? ഒരു ആംഗിൾ അടയാളപ്പെടുത്തിയാല് ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസെന്റ് സൈഡ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്ന് പറയും? ഹൈപ്പോടെന്യൂസ് എന്ന് പറയും. ഇത്രയും പേര് കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഫസ്റ്റ് ഇക്വേഷൻ ആണ് സൈൻ ആൽഫ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ്. കോസ് ആൽഫ കണ്ട, സൈൻ ആൽഫ ഇക്വേഷൻ ആണ്. ഓപ്പോസിറ്റ് സൈഡില ഹൈപ്പോടെന്യൂസ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, കിട്ടി. കോസ് ആൽഫ ആൽഫ കാണാൻ. കോസ് ആൽഫ ആണെങ്കിൽ ആൽഫ, ബീറ്റ ആണെങ്കിൽ ബീറ്റ, തീറ്റ ആണെങ്കിൽ തീറ്റ. ഇങ്ങനെ തീറ്റ എന്ന് പറയാം. ഇതിങ്ങനെ എഴുതണ തീറ്റ എന്നാണ് പറയാം. ഓക്കെ, ആംഗിൾ തീറ്റ. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് ആൽഫയില്. അപ്പൊ സൈൻ ആൽഫ ഈക്വൽ ടു കിട്ടി. കോസ് ആൽഫ കാണാനുള്ള ഇക്വേഷൻ ആണ് അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ്, സമീപവശം ബൈ കർണം. ടാൻ ആൽഫ കാണാനുള്ള ഇക്വേഷൻ ആണ് എതിർവശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. ഓക്കെ ആണോ? ടാൻ ആൽഫ കാണാനുള്ള ഇക്വേഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ് ആണ് ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം കേട്ടാ. ഇത് ക്ലിയർ അല്ലേ? 3 ഇക്വേഷൻ പഠിക്കണം, ശരിക്കും പഠിക്കണം. നമ്മുടെ ഇനി അടുത്ത കൊല്ലത്തേക്കൊക്കെ വേണ്ടത് മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് കേട്ടാ. മറക്കാതെ പഠിക്കണം കേട്ടാ. തെറ്റിയും പോരുത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ വേറെ ഇക്വേഷൻ ആവും. വേറെ 3 കൂടി ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലേ. എന്തൊക്കെയാണത്? കൊസീക്ക്, സീക്ക്, കോട്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇത് തിരിച്ചെഴുതണാണ്. ഇത് 3 വരാം. സൈൻ തിരിച്ചെഴുതിയാലും കൊസീക്ക് ആവും. തിരിച്ചെഴുതിയാലെന്ന് വെച്ചാൽ ഹൈപ്പോടെന്യൂസ് മുകളിലും ഓപ്പോസിറ്റ് താഴെ എഴുതിയാലും കൊസീക്ക് ആണ്. അപ്പൊ നമ്മൾ മാറരുത് കേട്ടാ. ടാനൊന്നും ഒട്ടും മാറരുത്. 3 ഇക്വേഷൻ ഒരുമിച്ച് പഠിക്കാം. നീ ബാക്കി പറയാം. എന്താണ് പറയണത്? ഫസ്റ്റ് തന്നെ ഇങ്ങോട്ട് നോക്കി. നമ്മുടെ ഒരു ട്രയാങ്കിൾ എടുത്തിട്ടേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടേബിൾ ആണ്. ഇതില്
സൈനിന്റെ വാല്യൂ എന്തായാലും പഠിക്കണം കേട്ടാ. അപ്പൊ ഇങ്ങനെ ഒരു ടേബിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. 30, 60, 90 ടേബിൾ ആണ് വരച്ചിട്ടുള്ളത്. ഈ പടം നോക്കിയിട്ട് സൈനിന്റെ ആംഗിൾ ആണ് എഴുതി വെച്ചിട്ടുള്ളത്. അതായത് സൈൻ 30 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ 30യുടെ വില എത്രയാണ്? 1/2 ആണ്. 1/2 ആണ് കേട്ടാ. ഇങ്ങനെ ഒരു ട്രയാംഗിൾ വരച്ച് നോക്കിയാൽ നമുക്ക് കിട്ടും. അതാണ് വരച്ച് വെച്ചിട്ടുള്ളത്. ഏടാ ഇവിടെ 30 ആണ്, ഇവിടെ 60 ആണ്, ഇവിടെ 90 ആണെന്ന് വിചാരിക്കാം. റേഷ്യോ എന്താ? 1:√3:2 ആണ് അല്ലെ. സൈൻ 30 ആണ് വിളിക്കുന്ന സൈൻ കാണാനുള്ളത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ആണോ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളതല്ലേ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് 1 അല്ലേ, ഹൈപ്പോട്ടന്യൂസ് 2 അല്ലേ. അതുകൊണ്ടാണ് സൈൻ 30 എത്രയാണ്? 1/2. അതേപോലെ തന്നെ സൈൻ 45 90 ട്രയാംഗിൾ ആണ് വരച്ചിട്ടുള്ളത്. ഇത് നോക്കുകയാണെങ്കിൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 1/√2. ഈ സൈൻ 60 എത്രയാണ്? √3/2. ഇതുപോലെ നോക്കുകയാണെങ്കിൽ കണ്ട 60 എന്നുള്ള ആംഗിൾ നോക്കാം. അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആണ് √3, ഹൈപ്പോട്ടന്യൂസ് ആണ് 2. അപ്പൊ √3/2 ആണെന്ത്? സൈൻ 60 √3/2. ഇത് മൂന്നും ശരിക്കും പഠിക്കണം കേട്ടാ. ഞാൻ കൂടെ എക്സ്ട്രാ കൂടി പറയാം. സൈൻ 0യുടെ വില 0 ആണ്. സൈൻ 90യുടെ വില 1 ആണ്. ഓക്കെ ആണോ? സൈൻ 0 0 ആണ്, സൈൻ 90 1 ആണ്. ഇത്ര രണ്ട് കാര്യങ്ങളോട് അറിയണം. പിന്നെ വേണമെങ്കിൽ പറയാൻ വേണ്ടി എഴുതിക്കോ. കോസ് 0 1 ആണ്, കോസ് 90 0 ആണ്. ഓക്കെ, ചിലപ്പോ ചോദിച്ചാലോ, ഇങ്ങനത്തെ ഒക്കെ ചോദിക്കാറുണ്ടേ. മിക്കവാറും ഇങ്ങനത്തെ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞാലൊക്കെ ഇതുപോലത്തെ ഉണ്ടായിരുന്നേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, സൈൻ 100 കാണാൻ ചോദിക്കായിരുന്നു. സൈൻ 100 കാണാൻ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? സൈൻ 100 എന്നൊന്നും പറഞ്ഞ വാല്യൂ ഇല്ല നമ്മുടെ. സൈൻ 90 വരെ ഉള്ളൂ. സൈൻ 100 കാണാൻ ചോദിച്ചാൽ സൈൻ എന്ത് ചെയ്യാ? 180 - 100 ചെയ്താൽ മതി. അതായത് സൈൻ എന്താണ്? സൈൻ 180 - 100 എന്ന് വെച്ചാല് സൈൻ 80 ചെയ്താൽ ഇതിന്റെ ഉത്തരം കിട്ടും. സൈൻ 100ന്റെ ഉത്തരം സൈൻ 80ന്റെ ഉത്തരം സെയിം ആയിരിക്കും കേട്ടാ. സൈൻ 100 എന്ന് പറഞ്ഞ വാല്യൂ ഇല്ല. ഓക്കെ, അപ്പൊ അത് ചോദിച്ചാലോ, അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ചോദിച്ചാലോ സൈൻ 80 ചെയ്താല് സൈൻ 100ന്റെ വില കിട്ടും. അതുപോലെ വേണമെങ്കിൽ ഒരു ഡൗട്ട് ആണെങ്കിൽ ചോദിക്കാം. സൈൻ 135 കാണാൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം? സൈൻ എന്താ മതി? 180 - 135 കണ്ടാ മതി. ഓക്കെ ആണോ? എത്രയാണ്? 45. സൈൻ 45 ചെയ്താൽ മതി. സൈൻ 45 അറിയാലോ 1/√2 ആണ്. കേട്ടോ, ഉത്തരം കിട്ടി. ഇതിന്റെ ഉത്തരമാണ് കിട്ടിയത് കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഞാൻ ചോദിച്ചാല് 180 കുറച്ച് മൈനസ് ചെയ്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എക്സ്ട്രാ വന്നതാണ്. അതൊന്ന് പഠിക്കാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് കേട്ടാ. ആവശ്യമുള്ളതാണ് കേൾക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്? എന്താണ്? ഫസ്റ്റത്തെ സൈൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യമാണ്. നമ്മൾ സാധാ പഠിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റണം കേട്ടാ. എഴുതാൻ പറ്റണം എന്തായാലും. അപ്പൊ എന്താണ് വന്നിട്ടുള്ളത്? ഇൻ ദ ഫിഗർ, ഇൻ ദ ട്രയാംഗിൾ ABC എന്നുള്ള ട്രയാംഗിളില് ആംഗിൾ B 90 ഡിഗ്രി. ആംഗിൾ B 90 ഡിഗ്രി ആണ്. AC 5 സെന്റിമീറ്റർ. AC 5 സെന്റിമീറ്റർ ആണ്. സൈൻ C equal to 4/5 ആണ്. സൈൻ C equal to 4/5 ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AB? ABയുടെ നീളം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ചോദ്യം സാധാരണക്കാൾ മാറിയില്ലേ? നമുക്ക് എത്തിരി പരിചയമുള്ളതായിരുന്നു. ഇപ്പൊ ഇതിങ്ങനെ ചോദിച്ചു. AC 5 ആണ്. സൈൻ C എന്ന് വെച്ചാല് 4/5 ആണ്. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിലേ ഇതാണ് C എന്നുള്ള ആംഗിൾ. C എന്നുള്ള ആംഗിളിനെ വെച്ച് നോക്കുകയാണെങ്കിലേ ഇതിനെ പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയും. ഇതിനെ ഹൈപ്പോട്ടന്യൂസ് പറയും അല്ലെ. 90ക്ക് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ്. ഇതിന് അഡ്ജസന്റ് സൈഡ് എന്ന് പറയും. ഓക്കെ ആണോ? ഇങ്ങനല്ലേ പറയാറ്? സിമ്പിൾ ആണ് ചോദ്യം. ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാണെങ്കിൽ സൈൻ C കാണാന്ന് വെച്ചാല് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് ഇക്വേഷൻ ആണല്ലോ. സൈൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ C എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? അറിയാൻ പാടില്ല. ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? 5 ആണ്. അറിയാലേ. ഓപ്പോസിറ്റ് സൈഡിന്റെ പേര് അറിയില്ല, ഹൈപ്പോട്ടന്യൂസ് അറിയാം. ഓക്കെ ആണല്ലോ. വേണമെങ്കിൽ എന്താ എഴുതാണെങ്കിൽ സൈൻ C equal to ഓപ്പോസിറ്റ് സൈഡിന്റെ പേരെന്താണ്? AB ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? AC. AB ബൈ AC. അതാണ് തന്നേക്കണത്. സൈൻ C അല്ലെ എത്ര? 4/5 തന്നേക്കല്ലേ. AB ബൈ AC equal to 4/5. അതായത് AB AC. AB equal to 4, AC equal to 5. ഓൾറെഡി AC 5 തന്നെയാണ്. AC എന്നുള്ളടത്ത് എന്താ എഴുതാ? 5 തന്നെ ഉണ്ട്. AB എത്രയായിരിക്കും? 4 ആയിരിക്കും. വേണ്ട, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് ഇക്വേഷൻ. അതാണ് 4/5 എന്നേക്കണത്. അപ്പൊ ഈ ഓപ്പോസിറ്റ് സൈഡ് എത്രയായിരിക്കും? 4. ഓക്കെ ആണോ? ഇതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? നോക്കിയേ. സൈൻ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടത്തെ എത്രയാണെന്ന് അറിയില്ല, പക്ഷെ ഓപ്പോസിറ്റ് സൈഡ് ആണെന്ന് അറിയാം. അത് എത്രയാണ്? 4. ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 5. അപ്പൊ സൈൻ C എത്രയാണ്? 4 കിട്ടി. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AB? 4 സെന്റിമീറ്റർ. കണ്ടാ? 4 സെന്റിമീറ്റർ. ഓക്കെ ആണോ? AB equal to 4.
ക്ലിയർ ആണോ? ആണല്ല, വലിയ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ തന്നിട്ട് എഴുതുമ്പോ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ എടുത്താം. മുകളിൽ തരാത്തതാണോ അതിന് നേരെയുള്ളത് ഇങ്ങനെ എടുത്ത് എഴുതാം. എടാ അടുത്തതോ ഫൈൻഡ് കോസ് സി. കോസ് സി കണ്ടുപിടിക്കണം. കോസ് സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കോസ് സി ആണ് ഇക്വേഷൻ. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അഡ്ജസന്റ് സൈഡിന്റെ നീളം അറിയോ നിങ്ങൾക്ക്? അറിയാൻ പാടില്ല. എന്ത് ചെയ്യണം? ഈ നീളം കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പൈതഗോറസ് തിയറം ചെയ്യണം. ഓക്കെ ആണോ? ഇതേ ഒരു റൈറ്റ് ട്രയാങ്കിള്, അതിനകത്ത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അറിയാം, ഒരെണ്ണം കണ്ടുപിടിക്കണം അല്ലെ? പൈതഗോറസ് തിയറം ചെയ്യണം. എങ്ങനെയാണ് പൈതഗോറസ് തിയറം? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഓർമ്മയുണ്ടാ? ഇത് കിട്ടാനോ? ബേസ് സ്ക്വയർ കിട്ടാൻ ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിൽ നിന്ന് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ കുറയ്ക്കണം അല്ലെ? ഇതിന്റെ സ്ക്വയറിൽ നിന്ന് ഇതിന്റെ സ്ക്വയർ കുറച്ചാലും കിട്ടും, ബേസിന്റെ സ്ക്വയർ കിട്ടും. ഓക്കെ ആണോ? ഇതാണ് ചെറിയ സൈഡ്. വലിയ സൈഡിന്റെ സ്കോറിൽ നിന്ന് മറ്റേ ചെറിയ സൈഡിന്റെ സ്കോർ കുറയ്ക്കണം. കൂട്ടലല്ലാട്ടാണത്. ഇതും തന്നിട്ട് ഇപ്പുറത്തെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിന്റെ സ്കോറുകൾ കൂട്ടണം അല്ലെ? വലുതും ഇതും തന്നിട്ടോ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ എന്താണ് വരാ? എച്ച് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. 5 സ്ക്വയർ 25 മൈനസ് 16 എത്ര കിട്ടിയത്? 9 കിട്ടി. ബി സ്ക്വയർ ബേസ് സ്ക്വയർ കേട്ടാ, ബേസ്. അതായത് എന്താണ് ബേസ് സ്ക്വയർ എന്ന് വെച്ചാൽ 9 കിട്ടി. അപ്പൊ ബേസ് എത്ര കിട്ടി? ബേസ് ഈക്വൽ ടു √9. √9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. ഇത് എത്രയാണ്? ബി സി 3 സെന്റിമീറ്റർ. കണ്ടാ? ബി സി 3 കിട്ടി. 4ഉം 5ഉം 3 അല്ലേ ബന്ധം? 3, 4, 5 എന്നല്ലേ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡുകളാവാൻ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട്. അപ്പൊ ഇത് 3 കിട്ടിയത്. എടാ 3, 4, 5. ഓക്കെ, അപ്പൊ ഇത് 3 കിട്ടിയ സ്ഥിതിക്ക് ഇനി കോസ് സി എഴുതി കൂടെ? കോസ് സി ഈക്വൽ ടു എന്ന് എഴുതാം. കോസ് സി ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് സൈഡ് എത്രയാണ്? 3 ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 5. ഓക്കെ ആണോ? 3/5. ക്ലിയർ ആണോ? നോക്കി, ഈ ടൈപ്പ് ചോദ്യം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടില്ല, മുന്നേ വർഷങ്ങളിൽ ഇങ്ങനത്തെ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ടൈപ്പ് എഴുതാനായിട്ട് അറിയണം കേട്ടാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എന്താണ്? ഇൻ ട്രയാങ്കിൾ എ ബി സി. ചോദ്യം കുറച്ച് വലുതാണ്, പക്ഷെ ഇങ്ങനത്തെ ചോദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാവും, പടമൊന്നും ഉണ്ടാവില്ല. ഇൻ ട്രയാങ്കിൾ എ ബി സി, എ ബി ഈക്വൽ ടു 4 സെന്റിമീറ്റർ, ബി സി ഈക്വൽ ടു 6 സെന്റിമീറ്റർ, ആംഗിൾ ബി ഈക്വൽ ടു 50 ഡിഗ്രി. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഏരിയയിലെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ പടം ഒന്ന് ക്ലിയർ ആയിട്ട് ഇവിടെ വരയ്ക്കാം. ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? എ ബി സി 50 ഡിഗ്രി. എത്ര ഡിഗ്രി? എത്ര സൈഡുകൾ നിങ്ങളൊക്കെ എത്രയാണ്? 4ഉം 6ഉം അല്ലെ? 4 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ. ഓക്കെ ആണോ? എ ബി സി ഏരിയ കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? ഹാഫ് ബി എച്ച് ആണ് ഇക്വേഷൻ അല്ലെ? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇക്വേഷൻ ആണ് ഹാഫ് ബി എച്ച് എന്നുള്ള ഇക്വേഷനിലാണ് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഹാഫ് ബി എച്ച് അറിയാം. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ബി എന്ന് പറഞ്ഞാൽ ബേസ് 6 ആണ്. എച്ച് എന്ന് പറഞ്ഞാല് നേരെയുള്ള ഹൈറ്റ്. നേരെയുള്ള ഹൈറ്റ് അല്ലേ നമുക്ക് വേണ്ടത്? അല്ലാതെ ഈ ചെരിഞ്ഞിട്ട് കിടക്കണ ഈ 4 ആണോ? അല്ലല്ല, നേരെയുള്ള ഹൈറ്റ് വേണം. അതായത് മുകളിൽ നിന്ന് അടിക്ക് നേരെ വരച്ച്. ഇപ്പൊ ഇവിടെ സി ആണെങ്കിൽ വേണം ഡി എന്ന് കൊടുക്കാം. അതായത് എ ഡി എന്നുള്ള നീളമാണ് കണ്ടുപിടിക്കേണ്ടത് ആണല്ല? എ ഡി കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും? നോക്കിയേ, ഈ ട്രയാങ്കിൾ ആണ് എടുക്കേണ്ടത്. ഏത്? ഈ നീലോട്ട് വരച്ച വര, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ ഫുൾ ട്രയാങ്കിൾ നോക്കിയിരുന്നാൽ കിട്ടുമോ? ഇല്ല. എന്ത് ചെയ്യണം? റൈറ്റ് ട്രയാങ്കിൾ നോക്കണം. അതായത് ഏതാണ്? ഇൻ ട്രയാങ്കിൾ എ ബി ഡി. എ ബി ഡി എന്നുള്ള റൈറ്റ് ട്രയാങ്കിൾ എടുത്താലേ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടന്യൂസ് അറിയാം. 50ന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ആണോ? 50ന്റെ ഓപ്പോസിറ്റ് ഉള്ള കണ്ടുപിടിക്കണം. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടന്യൂസ് അറിയാം. അതായത് ഒന്നും കൂടി പറയാ, ഒരു ആംഗിൾ ഉണ്ട്, ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം, ഹൈപ്പോട്ടന്യൂസ് അറിയാം. ഏത് കേസ് അപ്ലൈ ചെയ്യും? ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം, ഹൈപ്പോട്ടന്യൂസ് അറിയാം. ഏത് കേസ് അപ്ലൈ ചെയ്യും? സൈൻ അല്ലേ? സൈനിലല്ലേ ഓപ്പോസിറ്റും ഹൈപ്പോട്ടന്യൂസ് ഒക്കെ പറയുന്നത്? സൈൻ അല്ലേ? ഏത് കേസ് അപ്ലൈ ചെയ്യും? സൈൻ അപ്ലൈ ചെയ്യും. എങ്ങനെ അപ്ലൈ ചെയ്യും? sin 50 ഈക്വൽ ടു എങ്ങനെ എഴുതാം? sin 50 ഈക്വൽ ടു കേസ് എഴുതുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഒന്നും കൂടെ എഴുതാം. sin 50 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡിന്റെ പേരെന്താണ്? എ ബി അല്ലെ? എ ഡി ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? എ ബി. ഓക്കെ ആണോ? സ്റ്റെപ്പ് കിട്ടിയാൽ നോക്കിയേ. ആദ്യം എന്തെഴുതി? സൈൻ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കി? ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം, ഹൈപ്പോട്ടന്യൂസ് അറിയാം. അപ്പൊ സൈൻ ആണെന്ന് മനസ്സിലായി. അപ്പൊ സൈൻ ഇക്വേഷൻ എഴുതി. സൈൻ ആൽഫ ആണെങ്കിൽ ആൽഫ എഴുതും. ഇവിടെ 50 ഡിഗ്രി ആയാണ് സൈൻ 50 എന്ന് എഴുതി. ഓപ്പോസിറ്റിന്റെ പേര് എഴുതി, ഹൈപ്പോട്ടന്യൂസിന്റെ പേര് എഴുതി. ഇനി എഡിമല്ലേ കണ്ടുപിടിക്കേണ്ടത്? എ ബി എന്നുള്ളതിന് ഇപ്പുറം കൊണ്ടുപോവാ. ഇപ്പുറം പോകുമ്പോൾ എന്താവും? ഇൻറ്റു ഡിവിഷൻ. അപ്പുറം പോയപ്പോ ഈക്വൽ അപ്പുറത്തേക്ക് എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. പിന്നെ എഴുതാണെങ്കിൽ sin 50 ഇൻറ്റു എ ബി എന്ന് എഴുതാം. അല്ലെങ്കിൽ എ ബി ഇൻറ്റു sin 50 എന്ന് എഴുതാം. രണ്ടും സെയിം ആണ് കേട്ടാ. എ ബി ഇൻറ്റു sin 50 ഈക്വൽ ടു എ ഡി. വില കൊടുക്കാം. എ ബിയുടെ വില അറിയാനാ 4.
ഇൻറ്റു സൈൻ 50 അല്ല ചോദ്യത്തിലുണ്ടാവും. കാരണം ആ ചോദ്യം തന്നേക്കണത് സൈൻ 50 ഈക്വൽ ടു 0.76. രണ്ടെണ്ണം എടുത്താൽ കേട്ടാ, കുറെ എടുത്ത് ഗുണിക്കല്ലേ, കുറെ നേരം പിടിക്കും. 0.76 ഗുണിച്ച് നേരങ്ങൾ എഴുതിട്ടാവണ് ഈക്വൽ ടു AD. ഓക്കെ ആണോ? ലാസ്റ്റത്തെ ഉത്തരം മാത്രം ഇത്തിരി തെറ്റിയാലും കുഴപ്പമില്ല. കുറെ ഗുണിച്ച് സമയങ്ങളായിരുന്നു കേട്ടാ, സമയം തികയാതെ വരും നമുക്ക് ലാസ്റ്റ്. ഓക്കെ, അപ്പൊ 7 × 0.76 എങ്ങനെ ഗുണിക്കാം? 76 × 4 ഗുണിക്കാം. 4 × 0.76 എങ്ങനെ ഗുണിക്കാം? 76 × 4 ഗുണിക്കാം. 6 4 24, 4 ബാക്കി 2 28 2 30 കിട്ടി അല്ലെ? 30 കിട്ടി. പോയിന്റ് എവിടെ ഇടും? ചോദ്യത്തിൽ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്, ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് വേണം. അപ്പൊ എന്തെഴുതാ? AD ഈക്വൽ ടു 3.04. AD ഈക്വൽ ടു 3.04. ഓക്കെ, സെന്റിമീറ്റർ ടാ, സെന്റിമീറ്റർ. AD ആണ് കിട്ടിയത്. ചോദ്യം ഏതാണ്? AD കണ്ടുപിടിക്കാനാണോ? ത്രികോണത്തിന്റെ പരപ്പളവല്ലേ? ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. AD ആണ് കണ്ടുപിടിച്ചത്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? അപ്പൊ ഏരിയ ഈക്വൽ ടു എന്താ? ഏരിയ എന്തിന്റെ ഏരിയ ആണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC യുടെ ഏരിയ. ഓക്കെ ആണോ? ABC എന്നുള്ള ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ് വരാ? ഹാഫ് BH ആണ് ഇക്വേഷൻ. ഹാഫ് BH എഴുതി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ഇതിന്റെ ബെൽഡിന്റെ ബേസ് എത്രയാണ്? 6 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് കിട്ടിയത്? ഹൈറ്റ് 3.04. ഈ രണ്ടും ഈ 6ഉം വെട്ടി 3 തവണ പോയി. അപ്പൊ 3.04 ഇൻറ്റു 3 അല്ലെ? പോയിന്റ് ഇല്ലാതെ ഗുണിച്ചാൽ മതി. പോയിന്റ് ഇട്ട് വേണമെങ്കിൽ ഗുണിച്ചോ. 4 × 3 12, 2 ബാക്കി 1 12. ഈ പോയിന്റ് ഉണ്ടാവും. 3 × 3 9. അപ്പൊ എവിടെയാണ് പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്? ഉത്തരത്തിലും പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്. അപ്പൊ 9.12 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. 9.12. ചെയ്ത സ്റ്റെപ്പുകളൊന്നും നോക്കിയേ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. സൈൻ എന്നുള്ളത് അപ്ലൈ ആണ്. ഇതാണ് മെത്തേഡ്. ഇതിലാണ് കൊണ്ടുപോയിട്ട് വില കൊടുക്കുക, അല്ലെങ്കിൽ വില കൊടുത്തിട്ട് കൊണ്ടുപോവാ. അതൊക്കെ നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചിട്ടുള്ളത് ആ രീതിക്ക് ചെയ്യുക. ഇതാണ് ഇതിന്റെ ഒരു മെത്തേഡ് കേട്ടാ. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കണേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ചോദ്യം കേട്ടാ. ഇനി ഇത് വെച്ച് നമ്മൾ നിർത്തിയാണ്. ഇതിന്റെ അകത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാ ഇപ്പൊ ഇത്ര നേരമായില്ലേ ക്ലാസ്, അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയി പോകും. നമ്മൾ ഇതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യും കേട്ടോ. ഇനി ഒരു പാർട്ടും കൂടി ഇതിലുണ്ട്. അപ്പൊ അതിനകത്ത് ബാക്കി ട്രയാങ്കിൾ ആൻഡ് സർക്കിളും ടാൻജന്റിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ഒരു 2 ക്വസ്റ്റ്യൻ ചെയ്യാം. ഏതെങ്കിലും ഒരു 2 ക്വസ്റ്റ്യൻ, ഇഷ്ടമുള്ള 2 ചെയ്യാം. നമുക്കിപ്പോ നോക്കാം. ഫസ്റ്റത്തെ ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ? നോക്കിയേ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലെങ്ത് ഓഫ് 2 sides of a triangle are 8 cm and 10 cm and the angle between them 40 degree. ആണെങ്കിൽ ഇത് ഞാൻ അതൊന്നും ചെയ്ത് കാണിച്ചുതരാം. അതിന്റെ B ക്വസ്റ്റ്യനും ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ, ഈ B ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്കിപ്പോ വേണമെങ്കിൽ ഏത് ചെയ്യണം? ഇത് ചെയ്യാം. റോംബസ് ചെയ്യണമെങ്കിൽ റോംബസ് ചെയ്യാം. പാരലോഗ്രാം വേണമെങ്കിൽ പാരലോഗ്രാം ചെയ്യാം. ഏതാണ് വേണ്ടത്? വാട്ട് ഈസ് ദ മിനിമം ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓപ്പോസിറ്റ്? ഈ ഒരു 4ാമത്തെ ചെയ്യാം. ഓക്കെ, പിന്നെ വേണമെങ്കിൽ ഒരു റോംബസും ചെയ്യാം. 3 ചെയ്യാം കേട്ടാ. ബാക്കി 2 ഓർമ്മിക്കട്ടെ, വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊന്നും തന്നെ ചെയ്യാൻ പറ്റുമോ നോക്ക്. ഞാൻ ചെയ്യേണ്ട രീതി പറഞ്ഞു കേട്ടാ. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, ദ ലെങ്ത് ഓഫ് 2 sides of a triangle are 8 cm and 10 cm and the angle between them 40 degree. പടം വരയ്ക്കണം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു സൈഡ് 8, ഒരു സൈഡ് 10 അല്ലെ? ആംഗിള്, ഇടയിലുള്ള ആംഗിൾ 80 ഡിഗ്രി. അപ്പൊ ഇവിടെ 10 കൊടുക്ക, ഇവിടെ 8 കൊടുക്ക. ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 80 40 ഡിഗ്രി എടാ, 40 ഡിഗ്രി. ഇങ്ങനെയാണ് കൊടുത്തത്. ക്ലിയർ ആണോ? അപ്പൊ ഈ ടൈപ്പ് ട്രയാങ്കിൾ വന്നാലേ ഏരിയ കണ്ടുപിടിക്കാനുള്ള ടൈപ്പ് അല്ലേ? ഇപ്പൊ തന്നെ നേരത്തെ ചെയ്തത്, തൊട്ട് മുന്നേ ചെയ്തത് തന്നെയല്ലേ ചോദ്യം? നോക്കി, ഇവിടെ 50 ഡിഗ്രി വന്ന്. ഇപ്പൊ ചോദ്യം എന്താണ്? 40 ഡിഗ്രി വന്ന്. അപ്പം തന്നെ ചെയ്ത് നോക്കാം. ചെയ്യാനേ ഉള്ളതേ ഉള്ളൂ. അപ്പൊ അത് തന്നെ ചെയ്യാം. ഹോംവർക്ക് ആണ്, തന്നെ ചെയ്ത് നോക്കാം. ഞാൻ കൂടുതൽ പറയണില്ല. ഇതുപോലെ തന്നെ ഹൈറ്റ് നേരെ വരയ്ക്കാം. ഇതിന്റെ ഓപ്പോസിറ്റ് അറിയാം. സൈൻ എടുക്കാം. സൈൻ 40 എടുക്കാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ഹൈപ്പോട്ടനസിനെ കൊണ്ടുപോയി ചെയ്യാം കേട്ടാ. അടുത്ത B ക്വസ്റ്റ്യൻ വായിച്ചോക്കെ. ഇതിന്റെ B ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. B ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് ദി ലെങ്ത് ഓഫ് 2 sides the same but the angle between them 140 degree? 2 സൈഡുകള് 8ഉം 10ഉം. പക്ഷെ അതിനിടയിലുള്ള ആംഗിളോ 140 ഡിഗ്രി. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യാ? പടം വരയ്ക്കുമ്പോ എങ്ങനെ വരും? ഇങ്ങനത്തെ ഒരു പടമാണ് വരാം അല്ലെ? ഇവിടെ നോക്കിയ മക്കളെ, 10 ഉണ്ട്. ഇവിടെ 10 ആണ്, ഇവിടെ 8 ആണ്. ഇടയിലുള്ള ആംഗിൾ എത്രയാണ് വേണ്ടത്? 140 ഡിഗ്രി. 140 ഡിഗ്രി എടാ, 140 ഡിഗ്രി. ഇങ്ങനല്ലേ പടം വരാ? നടക്ക് 140.
ആംഗിൾ 140 എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. ആംഗിൾ 40 എന്നൊക്കെ പറയുമ്പോൾ ഇത് അക്യൂട്ട് ട്രയാങ്കിൾ ആണ്. ഇത് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്നാണ് അതിനെ പറയാ അല്ലെ. ബൃഹദ് ത്രികോണം എന്ന് പറയും മലയാളത്തിൽ എടാ. അപ്പൊ ഇതെന്താണ് 140 ഡിഗ്രി അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ വന്നാലോ, ഇങ്ങനത്തെ ട്രയാങ്കിൾ ഒന്നും ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യണം, ഇതിന്റെ ഏരിയ ആണ് അപ്ലിക്കേഷൻ ആണ്, ഏരിയ ആണ് ഹാഫ് ബി എച്ച് തന്നെ അല്ലേ. അപ്പൊ ബേസ് അറിയാം, ഹൈറ്റോ ഇപ്പൊ പേര് കൊടുക്കുകയാണെങ്കിൽ എ ഇവിടെ കൊടുത്ത്, ഇവിടെ ബി ഇവിടെ സി കൊടുത്തു, നോക്കിക്കോട്ടാ. ഹൈറ്റോ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് മൂളിന്നേ അടിയിലേക്ക് നേരെ വരയ്ക്കാം, ഇവിടെ നിങ്ങടെ യോജിപ്പിക്ക. ഈ കിട്ടിയിട്ടുള്ളത് എ ഡി എന്ന് എഴുതിയില്ലേ, ഇതാണ് ഹൈറ്റ് വരാ. എ ഡി എന്ന് എഴുതിയിട്ടില്ലേ, അതാണ് അതിന്റെ ഹൈറ്റ് വരാ. അപ്പൊ എന്താ പറഞ്ഞേ, ഹാഫ് ബി എച്ച് എന്നുള്ള ഇക്വേഷനില് ബേസിന് പകരം 10 കൊടുക്കും, ഹൈറ്റിന് പകരം എ ഡി എന്നുള്ള ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് അത് കൊടുക്കണം. ഓക്കെ ആണോ. മുകളിൽ നിന്ന് അടിയിലേക്കുള്ള നേരെയുള്ള ഹൈറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇത് കണ്ടുപിടിക്കണം, അത് അവിടെ കൊടുക്കണം. അപ്പൊ എന്താ ചെയ്യാ, അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഒരു 140 അല്ലേ എന്നുള്ളത്. ഇപ്പുറത്തെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും, ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും, മൊത്തം 140 ആണ്. ഇവിടെ 140 മൊത്തം 180 ആണ്. ഇവിടെ 140 പോയാൽ ബാക്കി എത്ര ഉണ്ട്, ഇവിടെ 40 ഉള്ളൂ. കണ്ടാ, ഇവിടുത്തെ ആംഗിൾ 40 ഡിഗ്രിയാണ്. അപ്പൊ ഈ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് എ ഡി, അത് കണ്ടുപിടിക്കണം. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടന്യൂസ് അറിയാം അല്ലെ. ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് കണ്ടുപിടിക്കണം, ഹൈപ്പോട്ടന്യൂസ് അറിയാം. ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യും, ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, ഏതാണ് അപ്ലൈ ചെയ്യാ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈൻ അല്ലേ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എന്തെടുക്കാ, ഇൻ ട്രയാങ്കിൾ എ ബി ഡി, എ ബി ഡി എന്നുള്ള ട്രയാങ്കിൾ മാത്രോട്ടാ, ഫുൾ എടുക്കണില്ല, ഇത് മാത്രം എടുക്കണുള്ളൂ. എന്തെടുക്കാണ്, സൈൻ 40 ഈക്വൽ ടു, സൈൻ എടുക്കാൻ കാരണം ഓപ്പോസിറ്റ് സൈഡ് ആണ് വേണ്ടത്, ഹൈപ്പോട്ടന്യൂസ് കണ്ടു അറിയാം. ഓക്കെ, അപ്പൊ എന്താണ് ഇക്വേഷൻ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇക്വേഷൻ എഴുതി. ഓക്കെ ആണോ. ഇനി എന്താണ് സൈൻ 40 ഈക്വൽ ടു എഴുതാ, സൈൻ 40 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡിന്റെ പേരെന്താണ് എ ഡി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസിന്റെ പേരെന്താണ് എ ബി. ഓക്കെ ആണോ, എ ഡി ബൈ എ ബി. ക്ലിയർ ആണോ. എ ഡി ഓപ്പോസിറ്റ് സൈഡ്, ഹൈപ്പോട്ടന്യൂസ് എ ബി. എ ബിന് ഇപ്പുറം കൊണ്ടുപോവാ, ഇങ്ങോട്ട് വന്നപ്പോ എന്തായി, ഇൻറ്റു ആയി, എ ബി ഇൻറ്റു സൈൻ 40 ഈക്വൽ ടു എ ഡി. ഓക്കെ ആണോ. അപ്പൊ എ ബി എത്രയാണ്, 8 ഇൻറ്റു സൈൻ 40 അല്ലേ, ചോദ്യത്തിലുണ്ടാവും. സൈൻ 40 അല്ലേ, ഈ ചോദ്യത്തിലില്ല, നമ്മുടെ ആ ബുക്കിൽ ഓൾറെഡി ഒരു ടേബിൾ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, 24ാമത്തെ ഓർമ്മയുണ്ടോ, കിടക്കണം. സൈൻ 40 ഇല്ലാത്തുണ്ടാവും കേട്ടോ. സൈൻ 40 ഈക്വൽ ടു 0.6428, 0.64 ഒക്കെ എടുത്താൽ മതി നമുക്ക്, നമുക്ക് കുറെ ചെയ്യാനും കിട്ടാതിരിക്കരുത്. 0.64. ഓക്കെ ആണോ. അപ്പൊ എന്താണ് ഈക്വൽ ടു എ ഡി ഗുണിക്ക 64 × 8 ഗുണിക്ക 8 8 2 16 3 4 4 32 2 ബാക്കി 3 8 48 49 50 51 512 ആണ് കിട്ടുക. പോയിന്റ് എവിടെ ഇടും, എ ഡി ഈക്വൽ ടു 5.12 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എ ഡി കിട്ടിയത്. ഇത് മാത്രം കേട്ടാ, സൈനാണ് ഉപയോഗിച്ചത് കേട്ടാ. സൈൻ ഉപയോഗിക്കേണ്ട കാര്യം മനസ്സിലായല്ല. അഡ്ജസ്റ്റന്റ് സൈഡ് ആണെങ്കിൽ അത് കോസ് ആണ് അപ്ലൈ ചെയ്യുന്നത്, ഓപ്പോസിറ്റ് സൈഡ് ആയ കാരണം ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആയ കാരണം സൈൻ വന്നു കേട്ടാ. ഓക്കെ, ഏരിയ, ഏരിയ ആണ് വേണ്ടത്. എന്തിന്റെ ഏരിയ, എ ബി സി ആണ് ഏരിയ. എന്തിന്റെ ഏരിയ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. എന്താണ് ഇക്വേഷൻ, ഹാഫ് ബി എച്ച് അല്ലേ, കൊടുക്കുമ്പോ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ് 10 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്, നേരെയുള്ള ഹൈറ്റ് എത്രയാണ് കൊടുക്കേണ്ടത് 5.12 അല്ലെ. ഇതല്ലേ കിട്ടിയത് 5.12 അല്ലേ. ഹൈറ്റിന് ഓരോന്ന് കൊടുക്കുക 5.12. 10ഉം 2ഉം വെട്ടി 5 തവണ 5 ഇൻറ്റു 5.12 അല്ലേ. 512 5 കൊണ്ട് ഗുണിക്കാം, 10ക്ക് 0 ബാക്കി 1 5 1 6.25.6 അല്ലെ വരാ. 25.6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ കിട്ടാം. ഓക്കെ ആണോ. 25.6 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടിയല്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കണം കേട്ടാ. ഓക്കെ, അപ്പൊ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, ബാക്കിയുള്ള ഏതാണ് നമ്മൾ ചെയ്യുന്ന പറഞ്ഞത്, ഏതാണ് ഇതിന്റെ അകത്ത് ചെയ്യാൻ പറ്റിയത്, ഇത് നോക്കാം. The length of a side of a rhombus is 5 centimeter and one of its angle is 100 degree. Calculate its area. എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഒരു റോംബസിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ. സിമ്പിൾ ആണ്. റോംബസിന്റെ ഒരു മോഡൽ ഞാൻ ഇപ്പൊ പറയാം. ഞാൻ അടുത്ത ക്ലാസ് വരുമ്പോൾ നമുക്ക് അടുത്ത മോഡൽ ഡിസ്കസ് ചെയ്യാം, പിന്നെ അടുത്തൊന്നും ഡിസ്കസ് ചെയ്യാം. തൊട്ടടുത്ത ദിവസം കണ്ടാൽ ഞാൻ അതിന്റെ വീഡിയോസ് ഇടാം കേട്ടോ. ഇപ്പൊ ഇത് ഭയങ്കര ലെങ്ത് ആയാലാണ്, ഭയങ്കര ലെങ്ത് ആയി പോയി, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആക്കിയത്. ഇപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്, the length of a side of a rhombus is 5 centimeter and one of its angle is 100 degree. ഒരു റോംബസ് വരയ്ക്കാണ് വിചാരിക്കും. റോംബസ് എങ്ങനെ വരയ്ക്കാം ഞാൻ പറഞ്ഞല്ല, എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു ഷേപ്പാണ് റോംബസ്. ഇതിന്റെ ഒരു സൈഡ് എത്രയാണ് 5 സെന്റിമീറ്റർ. അപ്പൊ എല്ലാരും 5 ആയിരിക്കും കിട്ടിയ. അതിനകത്ത് ഒരു ആംഗിൾ എത്ര ഡിഗ്രിയാണ് 100 ഡിഗ്രി. അപ്പൊ ഇത് കൊടുക്കോ ഇത് കൊടുക്കോ,
ഇത് തന്നെ ആയിരിക്കും ഇത് ഓപ്പോസിറ്റ് ആംഗിൾ, ഇത് തന്നെ ആയിരിക്കും ഇത്. എടാ ഇങ്ങനെ ഒരു പ്രത്യേകത റോംബസിന് ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇപ്പൊ എന്ത് കൊടുക്കാം? ഇതല്ലേ കൊടുക്കേണ്ടത്? ഇതെന്താണ് കൊടുക്കേണ്ടത്? ഇതാണ് 100 വരാം. ഇത് 100 വന്നാല് ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും അറിയോ? ഇവിടുത്തെ ആംഗിൾ 80 ആയിരിക്കും. എടാ ഇത് 100 ആണെങ്കിൽ ബേസ് ആംഗിളുകൾ കൂട്ടിയാൽ എത്രയായിരിക്കും? ഇല്ല 180 ആയിരിക്കും കിട്ടാ. റോംബസ് അനുസരിച്ച് ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 80 കൊടുക്കാം. ഓക്കെ ആണോ? ഒരു ആംഗിൾ 80 കിട്ടി. ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മക്കളെ BH ആണ്. റോംബസിന്റെ ഏരിയ ആണെന്ന ഒരു ഇക്വേഷൻ ആണ് BH. ഓക്കെ ആണോ? ബേസും ഹൈറ്റും ഒക്കെ തന്നാല് BH ചെയ്യാം. അല്ലെങ്കിലോ ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2. ഓർമ്മയുണ്ടോ? ഡയഗണൽ ആണെങ്കിൽ അറിയെങ്കിൽ അതാണ് ഇക്വേഷൻ. ഓക്കെ, ആ മോഡലിൽ നമുക്ക് റോംബസിന് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഇതിപ്പോ ചെയ്യാം. ഇവിടെ 100 ആണ്. ഇപ്പോഴത്തെ കാര്യം മനസ്സിലായില്ല? ചോദ്യത്തിലുണ്ട് ഒരാംഗിൾ 100 സൈഡുകളൊക്കെ 5 ആണ്. BH എന്ന് പറയുമ്പോ ബേസ് അറിയാം 5. ഹൈറ്റ് അറിയോ? ഹൈറ്റ് അറിയില്ല. ഹൈറ്റ് നേരെ വരയ്ക്കാം. ഇവിടെ നിങ്ങളുടെയുള്ള ഹൈറ്റ് ആണത്. ഇതിന് പേര് കൊടുക്കുകയാണെങ്കിൽ ABCDE എന്ന് പേര് കൊടുക്കാം. AE കണ്ടുപിടിക്കണം. AE കണ്ടുപിടിക്കണം. ഇവിടെ 90 ഡിഗ്രി ആണ്. ഒരു ആംഗിൾ ഉണ്ട്. ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടന്യൂസ് അറിയാം. എന്തിലറിയാം? ഇൻ ട്രയാംഗിൾ ABE. ABE എന്നുള്ള ട്രയാംഗിൾ എടുക്കുകയാണെങ്കിൽ എന്താ എടുക്കാം? സൈൻ ആണ് എടുക്കുക അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. സൈൻ 80 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇക്വേഷൻ എഴുതി. എന്തായിരുന്നു ഒന്നുകൂടി? സൈൻ 80 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡിന്റെ പേരറിയോ? AE. ഹൈപ്പോട്ടന്യൂസിന്റെ പേരറിയോ? AB. AB ഇങ്ങനെ ഉണ്ടാവാ. ഇതല്ലേ സ്റ്റെപ്പ്? അപ്പൊ AE ഈക്വൽ ടു എന്ത് വരും? AB ഇൻറ്റു സൈൻ 40. ABയുടെ വില എത്രയാണ്? 5 ഇൻറ്റു സൈൻ 40 അല്ലടാ സൈൻ 80. ഓക്കെ, സൈൻ 80ന്റെ വില എത്രയാണ്? സൈൻ 80ന്റെ വില നമ്മൾ ആ ടേബിളിൽ പോയി നോക്കണം. സൈൻ 80 0.98. 0.98. ഓക്കെ ആണോ? 5 ഇൻറ്റു 98 ഗുണിക്കാം. 98 ഇൻറ്റു 5 ഗുണിക്കാം. ഇട്ടാൽ 0 ബാക്കി 4. 9 45 45 4 49. 49 വരാം അല്ലെ? അപ്പൊ എന്താ വരാ ഇവിടെ? 5 ഇൻറ്റു 0.98 എന്ന് പറയുമ്പോ 4.90 വരും. ഓക്കെ, സെന്റിമീറ്റർ. 4.90. അത്രയും വേണ്ട, അത്രയും മതി. 4.9. ഓക്കെ ആണോ? ഇനി ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ ഇക്വേഷൻ ആണ് ഏരിയ ഓഫ് റോംബസും ഏരിയ ഓഫ് പാരലോഗ്രാമും ഒക്കെ എന്ത് കൊടുക്കാം? BH കൊടുക്കാൻ പറ്റും. ഓക്കെ, ഡയഗണൽ ഒന്നല്ല പറഞ്ഞിട്ടുള്ളത്, സൈഡുകൾ എന്നുള്ള കണക്കല്ലേ? അപ്പൊ BH കൊടുത്താൽ മതി. BH ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എത്ര കൊടുക്കും? 10 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് കിട്ടിയത്? 4.9. അപ്പൊ 49. ബേസ് 10 അല്ലല്ല, ബേസ് 5 അല്ലേ? 5 ഇൻറ്റു ഇത് ട്ടാ. അപ്പൊ 49 5 കൊണ്ട് ഗുണിക്കാം. 45 5 ബാക്കി 4 20 4 24. 24.5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ കിട്ടിയത്. ഓക്കെ ആണോ? 24.5 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കണേ. അപ്പോ ഇത്രയാണ് ചെയ്തത്. എന്ത് ചെയ്ത്? ഈ ആംഗിൾ അടയാളപ്പെടുത്തിട്ട് ഇങ്ങനെ നേർച്ചപ്പ ഇവിടെ 80 അറിയണം കേട്ടാ. 100 അല്ലാതെ 100 വെച്ചതൊന്നും ചെയ്യാൻ പറ്റില്ല. 80 ഡിഗ്രിയാണ് ഇപ്പുറം കിട്ടണം. നല്ല ലോജിക് ഉണ്ടാവണം. BH എന്ന് പറയുമ്പോൾ മോളിൽ നിന്ന് അടിക്കുള്ള ഹൈറ്റ് ആണെന്ന് അറിയണം. BH എന്നുള്ള ഇക്വേഷൻ കൊടുക്കാൻ അറിയണം കേട്ടാ. സൈൻ അപ്ലൈ ചെയ്തത് എന്തിനാണെന്ന് മനസ്സിലാക്കണം. ക്ലിയർ ആണല്ലോ? വലിയ പണിയൊന്നുമില്ല കേട്ടാ, ചെയ്യാൻ പറ്റും. നോക്കിയാ കിട്ടും. ഇത്തരം ചോദ്യങ്ങളൊക്കെ ശരിക്കും പഠിക്കുക. നീലത്തോരണ കൂടിയും പറഞ്ഞിരുന്നല്ലേ? ഏതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഇത് വേണമെങ്കിൽ ചെയ്യാം. ഇതോ ചെയ്യാട്ടോ. നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ 4ാമത്തെ ചെയ്യാന്ന് വിചാരിച്ചു. എന്താണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്? എ ട്രയാംഗിൾ ഈസ് ടു ബി ഡ്രോൺ വിത്ത് one side 8 centimeter long and the one of the angle on it is 40 degree. What is the minimum length of the side opposite this angle? അതായത് എന്താണ്? ഒരു ട്രയാംഗിൾ വരയ്ക്കണം. ട്രയാംഗിളിന്റെ 1 സൈഡ് 8 സെന്റിമീറ്റർ ആയിരിക്കണം. ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആയിരിക്കണം. ഒരാംഗിൾ 40 ഡിഗ്രി ആയിരിക്കണം. വാട്ട് ഈസ് ദ മിനിമം ലെങ്ത് ഓഫ് ദി സൈഡ് ഓപ്പോസിറ്റ് ടു ദിസ് ആംഗിൾ? അതിന്റെ അർത്ഥം എന്താണ്? കിട്ടിയാ? ഒരു ട്രയാംഗിൾ വരയ്ക്കാം. ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആയിരിക്കണം. ഒരാംഗിള് 40 ഡിഗ്രി ആയിരിക്കണം. ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ വാട്ട് ഈസ് ദ മിനിമം ലെങ്ത്? മിനിമം ലെങ്ത് എന്താണ്? ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ. അപ്പൊ ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ മിനിമം ലെങ്ത് എത്രയാണ് കിട്ടാ? അതായത് ഇങ്ങോട്ട് നോക്കി, ട്രയാംഗിൾ ആയിരിക്കുമ്പോ ഇങ്ങനല്ലേ വരാ? ഇവിടെ ഇങ്ങോട്ട് യോജിപ്പിച്ചാലാണ് ട്രയാംഗിൾ ആവാ. ഇവിടേക്ക് യോജിപ്പിക്കായി ഇത് ഇങ്ങോട്ട് യോജിപ്പിച്ചായിരിക്കും. അപ്പൊ ഇത് മിനിമം ലെങ്ത് ആണോ? ഇതിന്റെ ലെങ്ത് ചോപ്പോണ്ട് വരച്ച ലെങ്ത് മിനിമം ആണോ? അല്ല, ആണോ? നോക്കാം. ഇങ്ങോട്ട് വരച്ചതായിരിക്കും. ഇങ്ങോട്ട് വരച്ച് ഇങ്ങനെ മോളിക്കട്ടാ. ഇവിടേക്ക് യോജിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇപ്പുറം ഒന്നുകൂടി വരയ്ക്കട്ടെ. ട്രയാംഗിൾ ഒന്നുകൂടി വരയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ 40 ഡിഗ്രി ഇവിടെയാണ് വരാ.
ഇവിടെ 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് മിനിമം ലെങ്ത് ട്ടാ. ഈ പടം തന്നെ ട്ടാ, അടി വരച്ചിട്ടുണ്ട് ട്ടാ. നോക്കി മിനിമം ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാ? ഇവിടെ ഇങ്ങനെ വരയ്ക്കുമ്പോഴാണോ മിനിമം കിട്ടാ? ഇങ്ങനെ വരയ്ക്കുമ്പോഴാണോ മിനിമം കിട്ടാ? അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് വരയ്ക്കുമ്പോഴാണോ? ഏതാണ് മിനിമം ലെങ്ത് കിട്ടണത്? ഏതാണ്? ഇതാണോ ഇതാണോ ഇതാണോ? ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ അടുത്തേക്കൊക്കെ വരുന്നതോറും അത് നീളം കൂടി വരെയാണ്. പിന്നെ അങ്ങോട്ട് അകന്നോമ്പോഴും നീളം കൂടി വരെയാണ് ഈ ലെങ്ത്തിന്റെ, അല്ലെ? ഈ സൈഡിന്റെ നീളം കൂടി വരല്ലേ? മിനിമം ലെങ്ത് എപ്പോഴാണ് എപ്പ മാത്രമാണ് കിട്ടാ? ഇവിടെ ഇങ്ങോട്ട് വരയ്ക്കണ വരെ എന്തായിരിക്കണം? ഇവിടെ 90 ഡിഗ്രി ആയി നോക്കട്ടാ. ഇവിടെ 90 ഡിഗ്രി കിട്ടുമ്പോ മാത്രമേ ഇതെന്താവുള്ളൂ? മിനിമം ലെങ്ത് ആവുള്ളൂ. മിനിമം ലെങ്ത് ആവാൻ എന്ത് ചെയ്യണം? ഇവിടെ 90 ഡിഗ്രി കിട്ടണം എടാ. 40 ഡിഗ്രി ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്തായിരിക്കണം? മിനിമം ലെങ്ത് കിട്ടണമെങ്കിൽ 90 ഡിഗ്രി വരുമ്പോ മാത്രമേ കിട്ടുള്ളൂ. ഇങ്ങോട്ട് നീക്കുമ്പോഴും വലുതാവും, ഇങ്ങോട്ട് അടുത്തേക്ക് വരുമ്പോഴും വലുതാവും എടാ. 90 വരുമ്പോ മാത്രം മിനിമം ലെങ്ത് ആവും. ക്ലിയർ ആണോ? വാട്ട് ഇസ് ദ മിനിമം ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഒരു ആംഗിൾ അറിയാം, ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടന്യൂസ് അറിയാം. ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യും? സൈൻ അപ്ലൈ ചെയ്യും അല്ലെ? അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യും? സൈൻ 40 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇക്വേഷൻ എഴുതി. ഓക്കെ ആണോ? ഇതിനകത്ത് അപ്ലൈ ചെയ്യാ. സൈൻ 40 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡിന്റെ പേര് വേണമെങ്കിൽ പേര് കൊടുത്തോ, ABC. AC ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? ഇതാണ് ഹൈപ്പോട്ടന്യൂസ് ഇട്ടാ. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ്. സാധാരണ ഈ സൈഡിലൊക്കെ അല്ലേ ഉണ്ടാവാറ്. ഇങ്ങനെ എടുക്കരുത്. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടന്യൂസ് BC ഇങ്ങോട്ട് പോകുമ്പോ BC ഇൻറ്റു സൈൻ 40 ഈക്വൽ ടു AC. BC യുടെ വാല്യൂ എത്രയാണ്? 8 ഇൻറ്റു സൈൻ 40 വാല്യൂ എത്രയാണ്? സൈൻ 40.64 ഈക്വൽ ടു AC. തന്നിട്ടുണ്ട് ഔട്ട് അതിനകത്ത്. അപ്പൊ 0.64 ഇൻറ്റു 8 ഗുണിക്കാം 16 32 2 ബാക്കി 3 48 49 50 51 അല്ലെ? ഇത് എവിടെയോ കിട്ടിയിട്ടുണ്ടല്ലോ മുമ്പ്. 512 എങ്ങനെ പോയിന്റ് ഇടാ? 5.12 സെന്റിമീറ്റർ ആണ് എന്ത്? AC. വാട്ട് ഇസ് ദ മിനിമം ലെങ്ത് ഓഫ് AC? 5.12 സെന്റിമീറ്റർ ആണ് AC. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇനി അടുത്ത ക്ലാസ് എന്ത് ചെയ്യും? ഇതിനകത്ത് ബാക്കിയുള്ള 2 പ്രോബ്ലം ചെയ്യും. ബാക്കി ഇനി വരാനുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അതും ചെയ്യും, പുറത്തെ മോഡലുകളൊക്കെ ചെയ്യും. അടുത്തൊരു പാർട്ടോടുകൂടി ഈ ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം കേട്ടാ. ഇത്ര നേരമായ കൊണ്ട് മാത്രമാണ് നിർത്തിയത്. ഈ ചാപ്റ്റർ ഇനി എടുക്കാം. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ ബാക്കി വീഡിയോസ് ഇടാം. അപ്പൊ എല്ലാവരും കാണണം. നിങ്ങൾ കുറെ ചോദ്യങ്ങൾ പഠിക്കാനുണ്ട്. നന്നായിട്ട് പഠിക്കാം. എന്നിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ ഫുള്ള് മാർക്ക് ഈ ചാപ്റ്റർ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇഷ്ടപ്പെട്ട് പഠിക്കാം എല്ലാവരും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോ താങ്ക് യു എല്ലാവർക്കും. ബൈ ബൈ.